ജെഇ മെയിൻ 2025 സെഷൻ 1 ചാപ്റ്റർ വൈസ് ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോ കാർബൺ ആണ്. ഹൈഡ്രോ കാർബണിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ചോദിക്കുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഗിവൺ ബിലോ ആ ടു സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ഇങ്ങനെയാണ്: 1 mole of propane reacts with the excess of sodium to liberate half the mole of H2 gas എന്നാണ്. 1 മോൾ പ്രൊപ്പൈന് സോഡിയവുമായി റിയാക്ട് ചെയ്തുകൊണ്ട് ഹാഫ് മോൾ H2 ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റ്, റിയാക്ഷൻ അങ്ങനെ നടക്കുമോ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ CH3 C ട്രിപ്പിൾ ബോണ്ട് CH ആണ് പ്രൊപ്പൈൻ. ദിസ് ഈസ് പ്രൊപ്പൈൻ അല്ലേ? പ്രൊപ്പൈനില് ടെർമിനലായിട്ടുള്ള അസറ്റ്ലീനിക് ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? ട്രിപ്പിൾ ബോണ്ട് വരുന്ന കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഒരു ഹൈഡ്രജൻ അല്ലേ? ട്രിപ്പിൾ ബോണ്ട് കാർബണിലേക്ക് ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, അത് അസിഡിക് ആണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യും? സോഡിയവുമായി റിയാക്ട് ചെയ്തുകൊണ്ട് ഇതിന് സോൾട്ട് CH3 C ട്രിപ്പിൾ ബോണ്ട് C മൈനസ് Na+ എന്നായിട്ട് ഇതിന് സോഡിയം സോൾട്ട് ഉണ്ടാക്കും ബൈ ഗിവിങ് ഹാഫ് H2. ആ ഹൈഡ്രജൻ എന്ത് ചെയ്യും? പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആസ് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, ഇത് ശരിക്കും ഒരു സോഡിയം വന്നിട്ട് H-ന് എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേസ് ചെയ്യുന്ന റിയാക്ഷൻ തന്നെയാണ് ആക്ച്വലി ഇത്. ഓക്കെ, ഇത് അസിഡിക് നേച്ചർ ഉണ്ട്. അതുകൊണ്ട് ഈ H അസിഡിക് ഹൈഡ്രജൻ ആയതുകൊണ്ട് റിയാക്ഷൻ നടക്കുന്നത് കറക്റ്റാണ് ഈ പറഞ്ഞത്. ഇത് 1 മോൾ ആണെങ്കിൽ ഇത് ഹാഫ് മോള് എന്ന് പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിക്കും? അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നമ്മൾ ചോദിക്കുന്നത് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് ആൻസർ എന്നാണ്. ഓക്കെ, അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് 1 ഉം 2 എന്ത് സംഭവിക്കും അറിയണം. സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. 4 gram of propane reacts with സ്റ്റേറ്റ്മെന്റ് 2 ഇങ്ങനെയാണ്. യെസ്, 4 gram of propane reacts with NaNH2 to liberate NH3 gas which occupies 2 to 4 ml at STP എന്നാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ റിയാക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ല എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ പ്രൊപ്പൈൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊപ്പൈൻ റിയാക്ട് ചെയ്യാണ്. CH3 C ട്രിപ്പിൾ ബോണ്ട് CH പ്രൊപ്പൈൻ NaNH2 അല്ലേ മായി റിയാക്ട് ചെയ്യണ്ടോ? സോഡമൈഡുമായിട്ട് റിയാക്ഷൻ ഉണ്ടോ ഇല്ലേ? ഓക്കെ, സോഡമൈഡുമായിട്ട് റിയാക്ഷൻ ഉണ്ടോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പോയിന്റ് എന്താ വെച്ചാൽ റിയാക്ഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, അതിന് റിയാക്ഷൻ നടക്കാനുള്ള കാരണം ജസ്റ്റ് ഇപ്പോൾ NaNH2 ഒരു ബേസ് ആണ്, സ്ട്രോങ് ബേസ് ആണ് ആക്ച്വലി അല്ലേ? ഈ സ്ട്രോങ് ബേസ് ഇവരുമായി റിയാക്ഷൻ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒരു അസിഡിക് നേച്ചർ ഓഫ് പ്രൊപ്പൈൻ അറിയണം നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ RCOOH അസിഡിറ്റി കുറവാണ് നമ്മൾ ഫിനോളിന് അല്ലേ? അതിനേക്കാൾ അസിഡിറ്റി കുറവാണ് വാട്ടറിന്. അതിനുശേഷം നമ്മൾ നോർമൽ ആൽക്കഹോൾസ്, പിന്നെ വരുന്നതാണ് ആക്ച്വലി ഈ RC ട്രിപ്പിൾ ബോണ്ട് CH പോലെയുള്ള ടെർമിനൽ ആയിട്ടുള്ള അസറ്റ്ലീനിക് ഹൈഡ്രജൻ ഉള്ള ആൽക്കൈൻസ് YNE. അതിനുശേഷം അസിഡിറ്റി കുറവ് NH3 ഓക്കെ, ഞാൻ ഇതിൻ്റെ അസിഡിറ്റി ഓർഡർ എഴുതുന്നു കേട്ടോ. അസിഡിറ്റി ഓർഡർ ഇത് നമുക്ക് അസിഡിക് ആണോ എന്ന് അറിയണം, റിയാക്ഷൻ നടക്കാൻ അറിയണമല്ലോ. ഈ പറയുന്ന റിയാക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ NH3 കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് RCH ഡബിൾ ബോണ്ട് CH2 ആൽക്കീൻസ് പറ്റും. അതിനുശേഷമാണ് എന്ത് ചെയ്യണത്? RCH3 പോലെ ആൽക്കെയിൻസ് ANE പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് NaNH2മായി റിയാക്ഷൻ ഉണ്ടോ എന്നല്ലേ? ശരിക്കും ഇവിടെ റിയാക്റ്റീവ് Na+ NH2- ആണ്. ഈ പറയുന്ന NH2- എന്നുള്ള ഭാഗമാണ് സത്യത്തിൽ അതിൻ്റെ ബേസിക് പാർട്ട്. ഓക്കെ, ഈ പറയുന്ന NH2- അതിൻ്റെ കോഞ്ചുഗേറ്റ് ആസിഡ് എഴുതി വെക്കാം. അപ്പോൾ കോഞ്ചുഗേറ്റ് ആസിഡ് എന്താ കിട്ടും നമുക്ക്? ഇതിന് കോഞ്ചുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷീസിലേക്ക് എന്ത് H+ കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? NH3 എന്ന് കിട്ടും. ഓക്കെ, NH3. ഓക്കെ, ഇനി ഇവർ റിയാക്ട് ചെയ്യുന്ന സ്പീഷീസ് ഇയാളല്ലേ? ഓക്കെ, ഈ NH3യേക്കാളും അസിഡിക് ആയിരിക്കണം ഈ പറയുന്ന
ആസിഡ്, അതിന് ആസിഡ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ എന്നാണ്. ഓക്കെ, സത്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് NH3 നിങ്ങളിത് പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പിന്നെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യണം, മെമ്മറൈസ് ചെയ്യണം, നമുക്കിത് നിർബന്ധമാണ്. ഓക്കെ, ഇതിൻ്റെ അപ്പുറത്തൊക്കെ വേറെ ഉണ്ട് അല്ലേ, ഇതിനേക്കാൾ എന്തുണ്ട് അസിഡിക് ആയ, ഇതിന് ഇടയിലാണ്ട് H2CO3 വരുന്നുണ്ട്. ഓക്കെ, ഇപ്പുറത്ത് വേറെ കുറേ കാര്യം. ഓക്കെ, ഞാൻ പറയുന്നില്ല, അതിൻ്റെ കംപ്ലീറ്റ് പിക്ചർ പറയുന്നില്ല. ഓക്കെ, ഇനി ഇതാണ് ഇത്, അറ്റ്ലീസ്റ്റ് ഇതിന് പഠിച്ചു വെക്കണം. അപ്പോൾ ഈ NH3 അസിഡിക് ആണല്ലോ നമ്മുടെ ഇയാൾ, അതുകൊണ്ട് റിയാക്ഷൻ നടക്കുമെന്നാണ് പറയാം. റിയാക്ഷൻ നടക്കും എന്നാൽ നടക്കുന്ന എന്താണ്, ആസിഡ് ബേസ് റിയാക്ഷൻ നടക്കും. അപ്പോൾ സോൾട്ട് ഉണ്ടാകും. എന്ത് സോൾട്ട് ഉണ്ടാവുക, സോഡിയമായി സോൾട്ട് ഉണ്ടാക്കും. H പോകും, H പോയിട്ട് എന്ത് ചെയ്യും, അമോണിയ ഉണ്ടാകും അല്ലേ. ഓക്കെ, അപ്പോൾ CH3 C∼C- പ്ലസ് എന്തുണ്ടാകും, അമോണിയ ഉണ്ടാകും, NH3. അമോണിയ ഉണ്ടാവുന്ന അറിയോ, അമോണിയ ഉണ്ടാകുന്നത് ഈ പറയുന്ന Hഉം ഈ NH2- കൂടി കൂടിച്ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അമോണിയ ആയിട്ട് മാറുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഞാനിവിടെ കോഞ്ചുഗേറ്റ് ആസിഡ് എടുക്കാൻ വേണ്ടി അമോണിയ വേറെ നോക്കിയത്, അത് അമോണിയ ഉണ്ടായതല്ല കേട്ടോ, അത് കോഞ്ചുഗേറ്റ് ആസിഡ് ആണ് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇനി എന്താ ക്വസ്റ്റ്യൻ പറയുന്നത് അറിയോ, ക്വസ്റ്റ്യൻ പറയുന്നത് ഇവിടെ 4 gram ഓഫ് പ്രൊപ്പൈൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 gram ഓഫ് പ്രൊപ്പൈൻ, 4 gram എന്ന് പറയുമ്പോൾ 4 gram എടുത്തിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ STPയിൽ 224 ml ആണ് എന്ത് ചെയ്യുന്നത്, അമോണിയ ഉണ്ടാവേണ്ടത്. 224 ml ആണ് ഉണ്ടാവേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, 224 ml. ഓക്കെ, 4 gram എന്ന് പറയുമ്പോൾ എത്ര മോൾസ് ആണ് നോക്കാമല്ലോ അല്ലേ. ഇപ്പോൾ CH3CHOHന്റെ മോളിക്കുലർ മാസ് എത്ര വരിക, 3 കാർബൺ ഉണ്ട്. അപ്പോൾ ഒരു കാർബൺ എന്ന് പറഞ്ഞാൽ 12 അല്ലേ. അപ്പോൾ 3 × 12 36. പിന്നെ എത്ര ഹൈഡ്രജൻ ഉണ്ട്, 3 + 1 + അല്ലെ 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 3T6 + 4 = 40. ഓക്കെ, അപ്പോൾ 4/40 അല്ലേ, തന്നിരിക്കുന്ന ഗിവൺ വെയിറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് 0.1 മോൾ ഉണ്ടാവുക, 0.1 മോള് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും, ഇത് 0.1 മോളാണ് ഉണ്ടാവേണ്ടത്, ശരിയല്ലേ. ഇത് 0.1 മോൾ ആണെങ്കിൽ ഇതെന്തായിരിക്കും, ഇത് 0.1 മോൾ അല്ലേ, ഇത് 1 ആണ്, ഇത് 1 ആണ്. ഓക്കെ, 0.1 മോള് എത്ര മില്ലി ഉണ്ടാക്കും. ഓക്കെ, നമുക്കറിയാം 0.1 മോൾ പിന്നെ മില്ലി ആകുമ്പോൾ 22400 വേണം അല്ലെ, അത്രയായിരിക്കും അതിൻ്റെ പിന്നെ വോളിയം വരിക അല്ലെ, 22400. 2240 എന്നാണ് വേണ്ടത്. പക്ഷെ തന്നിരിക്കുന്നത് എന്താണ്, 224 എന്ന് മാത്രമേ ml ആണ്. അപ്പോൾ 2240 ഇത്രയും ഉണ്ട്, തന്നിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് സത്യത്തിൽ. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആൻസർ എന്തായിരിക്കും, ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ഓപ്ഷൻ നോക്കൂ, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓപ്ഷൻ 3 ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണം എന്നാണ്. ക്ലിയർ ആണല്ലോ, ഒരു വലിയ ഇതൊന്നല്ല, പക്ഷെ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് വേണം, എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ നമുക്ക് വേണം. റൈറ്റ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ദ ആൽക്കെയിൻ ഫ്രം ബിലോ ഹാവിംഗ് 2 സെക്കൻഡറി ഹൈഡ്രജൻ ഈസ് ആണ്. 2 സെക്കൻഡറി ഹൈഡ്രജൻ ഉള്ള ആൽക്കെയിൻ ഏതാണ്? ഫസ്റ്റത്തെ ഓപ്ഷന് 4-ethyl 3,3-dimethyl octane ആണ്. നമുക്ക് പെട്ടെന്ന് വരച്ചു നോക്കാം അല്ലേ. അപ്പോൾ 4-ethyl ആണ്, 4-ethyl 3,4-dimethyl octane ആണ്. 1 2 3 4 5 6 7 8 ഇത് ഒക്ടേൻ ആയി. ഇനി 4-ethyl ആണ്, 1 2 3 4 ethyl. ഓക്കെ, ഈതൽ ഗ്രൂപ്പ് കൊടുത്തു. 3,4-dimethyl 3 1 2 3 പിന്നെ 4 വീണ്ടും ഒരു CH3. ഇതാണ് ഒന്നാമത്തെ. ഇതിനകത്ത് എത്ര സെക്കൻഡറി ഉണ്ട്, സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഇത് സെക്കൻഡറി ആണ് അല്ലെ. സെക്കൻഡറി നോക്കുകയാണെങ്കിൽ യെസ്, നമുക്ക് ഇത് സെക്കൻഡറി ആണ്, പിന്നെ ഇത് സെക്കൻഡറി ആണ്, ഇത് സെക്കൻഡറി ആണ്, ഇത് സെക്കൻഡറി ആണ്, ഇത് സെക്കൻഡറി ആണ്. ടോട്ടല് എത്ര കിട്ടിയിട്ടുണ്ട് അല്ലേ, 2 4. ഓക്കെ, CH2 അല്ലേ. അപ്പോൾ 5 സ്പോട്ട് ഉണ്ട്. 5 സ്പോട്ടിൽ നിന്ന് ടോട്ടൽ 10 സെക്കൻഡറി ഹൈഡ്രജൻസ് ഉണ്ട്. നമുക്ക് വേണ്ട എത്രയാണ്, വെറും 2 സെക്കൻഡറി ഹൈഡ്രജൻ വേണ്ട, 2. പക്ഷെ തന്നിരിക്കുന്നത് ഇതിൽ 10 ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത് വരച്ച് നോക്കണം. അടുത്ത ആരാണ്, 2233 ടെട്രാ മീഥൈൽ പെൻറ്റൈൻ ആണ്. പെൻറ്റൈൻ 1 2 3 4 5 പെൻറ്റൈൻ ആയി. ഇനി എന്താ വരക്കേണ്ടത്, 22. അപ്പോൾ 22-dimethyl പിന്നെ 3 വേണം. ഓക്കെ, അപ്പോൾ ഇനി സെക്കൻഡറി ഉള്ളത് ഇവിടെ മാത്രമേ സെക്കൻഡറി ഉള്ളൂ. ഓഫ് കോഴ്സ്, അതായത് നമ്മൾ ആൻസർ തന്നെ ആയിരിക്കും 2 അല്ലേ. ഇത് 10 അല്ലേ, ഇവിടെ 2 സെക്കൻഡറി ഹൈഡ്രജൻ 2 ആണ്. ദാറ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും, ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.
2245 ടെട്രാ മീഥൈൽ ഹെപ്റ്റൈൻ 1 2 3 4 5 6 7 ഹെപ്റ്റൈൻ ആയി 224 പിന്നെ 5. ഓക്കെ, ഇതിൽ എത്ര സെക്കൻഡറി ഉണ്ട് അല്ലേ? ഇത് സെക്കൻഡറി ആണ്, പിന്നെ ഇത് സെക്കൻഡറി ആണ്. അവിടെ 4 സെക്കൻഡറി ഉണ്ട്, 4 സെക്കൻഡറി ഉണ്ട്, പറ്റൂല. അപ്പോൾ ആൻസർ തെറ്റാണ്. ഓക്കെ, അടുത്ത ലാസ്റ്റ് 2244 ടെട്രാ മീഥൈൽ ഹെക്സൈൻ ആണ്. ഓക്കെ, ഹെക്സൈൻ 1 2 3 4 5 6. ഓക്കെ, 2244. ഓക്കെ, 224 ടെട്രാ മീഥൈൽ ഹെക്സൈൻ. ഓക്കെ, അപ്പോൾ അവിടെയും എന്തില്ല, അവിടെ നമുക്ക് ഇത് രണ്ടെണ്ണം ഉണ്ട്, പറ്റൂല. അതൊന്നും ആൻസർ ശരിയല്ല. അപ്പോൾ ആൻസർ എന്താണ്? ഇവിടെ മാത്രം രണ്ടെണ്ണമുള്ള കേസ് തന്നെ ഓപ്ഷൻ 2 തന്നെയാണ്. കാരണം അല്ലേ, നമ്മൾ സൂക്ഷിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ, സിമ്പിളാണ്, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. The compound with the molecular formula C6H6 which gives only one monobromo derivative and takes up 4 moles of hydrogen per mole for complete hydrogenation has dash pi electrons. അപ്പോൾ ഒരു ഇൻറ്റിജർ വാല്യൂ ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ C6H6 ആണുള്ളത്. C6H6 പെട്ടെന്ന് നിങ്ങൾ മനസ്സിലേക്ക് ചിലപ്പോൾ ബെൻസീൻ ഓർമ്മ ഉണ്ടാകും അല്ലേ? ബെൻസീൻ ഓർമ്മ ഉണ്ടാകും അല്ലേ? ബെൻസീനിലാണെങ്കിൽ നമുക്ക് അല്ലേ, ഞാൻ ജസ്റ്റ് നിങ്ങളൊരു തോട്ട് പറയാം കേട്ടോ, ഒരു ബെൻസീൻ ഓർമ്മ ഉണ്ടാകാം സാധ്യതയുണ്ട് വളരെ കൂടുതൽ. ഓക്കെ, അപ്പോൾ വിച്ച് ഗീവ്സ് ഓൺലി വൺ മോണോബ്രോമിനേഷൻ, വൺ ബ്രോമോ ഡെറിവേറ്റീവ്. ശരിയാണ്, എവിടെ എല്ലാ ഹൈഡ്രജൻ ഒരേപോലെയാണ്. അപ്പോൾ എവിടെ നോക്കിയാലും എന്തായിരിക്കും, ഒരു അല്ലേ Br കൊടുത്താൽ എന്തായിരിക്കും, ഒരേപോലെ ആയിരിക്കും. അതും കറക്റ്റാണ്. പക്ഷേ 4 മോൾസ് ഓഫ് ഹൈഡ്രജൻ പെർ മോൾ അല്ലേ, 4 മോൾസ് ഓഫ് ഹൈഡ്രജൻ പെർ മോൾ ഫോർ കംപ്ലീറ്റ് ഹൈഡ്രോജനേഷൻ. ഇവിടെ കംപ്ലീറ്റ് ഹൈഡ്രോജനേഷൻ നടത്തി 1 2 3 3 പൈ ബോൺസ് ഉണ്ട് ഇവിടെ. ഈ 3 പൈ ബോൺസിന് നമുക്ക് കംപ്ലീറ്റ് ഹൈഡ്രേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യും, സൈക്ലോഹെക്സൈൻ ആക്കണമെങ്കിൽ നമുക്ക് എത്ര ഹൈഡ്രജൻ വേണം? 6 ഹൈഡ്രജൻ വേണം. 6 വേണ്ടേ? അപ്പോൾ 3 H2 വേണം. 3 മോൾസ് H2 ഗ്യാസ് ആണ് വേണ്ടത്. H2 അല്ലേ, ഹൈഡ്രജൻ പെർ മോൾ എന്താണ്? 3 വേണ്ടത്. അപ്പോൾ നമുക്ക് അല്ലേ 3 മോൾസ് അല്ല, 4 മോൾസ് അല്ല, 3 മോൾസ് ആണ് അവിടെ വരിക. അപ്പോൾ ആൻസർ അത് ശരിയല്ല. അത് നമ്മൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഈ കോമ്പൗണ്ട് C6H6 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, ബെൻസീൻ എന്തായാലും C6H6 ആണ് അല്ലേ? ബെൻസീൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എത്രയാണ്? 4 അല്ലേ? എങ്ങനെ ബെൻസീൻ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കിട്ടിയത്? ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഡബിൾ ബോണ്ട് ഇക്വലന്റ് ആണ്. ഡബിൾ ബോണ്ട് ഇക്വലൻസിനെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. ഇതിൻ്റെ പൈ ബോണ്ട് നോക്കുക, ഡബിൾ ബോണ്ട് നോക്കുക. 1 2 3 3 ഡബിൾ ബോണ്ട്. പിന്നെ ഒരു റിങ് ഉണ്ടല്ലോ, ഒരു റിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും 1 റിങ് ഈസ് ഈക്വലൻ ടു അല്ലേ 1 ഡബിൾ ബോണ്ട്. നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? 3 ഡബിൾ ബോണ്ടും പ്ലസ് 1 റിങ്ങും ആണ് ശരിക്കും C6H6 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് 3 + 1 4 ആയിരിക്കും. ഡബിൾ ബോണ്ട് ഇക്വലൻസ് എത്രയാണ്? 4 ആയിരിക്കും. DU എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്രയായിരിക്കും വരിക? 4 ആയിരിക്കും വരിക. DU ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 4 ആണ്. അപ്പോൾ ഈ 4 പല രൂപത്തിൽ വരാം. ഓക്കെ, 4 എന്ത് ചെയ്യാം? പല രൂപത്തിൽ എന്ത് ചെയ്യാം? 4 നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു ട്രിപ്പിൾ ബോണ്ട് കേസ് എടുത്താലോ. ഒരു ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും 2 ഡബിൾ ബോണ്ട്സിന് ഇക്വലന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് എഴുതി വെക്കണം. ഇങ്ങനെ ഇപ്പോൾ 2 ഡബിൾ ബോണ്ട്സിന്റെ ഇക്വലന്റ്. അപ്പോൾ 2 ട്രിപ്പിൾ ബോണ്ട് ആയാലും മതി ഈ കോമ്പൗണ്ടിനകത്ത് അല്ലേ? 2 ട്രിപ്പിൾ ബോണ്ട് ആയി. നമ്മൾ 2 ട്രിപ്പിൾ ബോണ്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. 2 ട്രിപ്പിൾ ബോണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 ട്രിപ്പിൾ ബോണ്ടിനെയും നമ്മൾ സിംഗിൾ ബോണ്ട് ആക്കി മാറ്റണമെങ്കിൽ, ഒരു ട്രിപ്പിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആക്കണം, 4 ഹൈഡ്രജൻ കൊടുക്കണം. 4 ഹൈഡ്രജൻ കൊടുക്കണം, ശരിയല്ലേ? ഓക്കെ, പിന്നെ അപ്പോൾ 2 H2 കൊടുത്താൽ മതി, 4 ഹൈഡ്രജൻ ആവും. പിന്നെ അടുത്ത കൊടുക്കണമെങ്കിലോ, അടുത്ത ഒരു ട്രിപ്പിൾ ബോണ്ട് എങ്കിലും എന്തായിരിക്കും? എഗൈൻ എന്ത് ചെയ്യണം? 2 H2 വേണം. അപ്പോൾ ടോട്ടൽ എന്താകും? 4 H2 ആകും. അപ്പോൾ ശരിക്കും പറയും 4 ശരിക്കും എന്താണ് ഇതിന് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ 2 ട്രിപ്പിൾ ബോണ്ട് ആകാൻ സാധ്യത കൂടുതൽ. കാരണം 2 ട്രിപ്പിൾ ബോണ്ട് അതിൻ്റെ സാച്ചുറേഷൻ ആക്കാൻ വേണ്ടി നമുക്ക് 4 മോൾസ് H2 കൊടുക്കണം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചോട്ടെ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇതാ എനിക്ക് ഈ രൂപത്തിൽ നമുക്ക് വരക്കാൻ പറ്റും. ഇവിടെ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് വരക്കാം. ഇപ്പം നമ്മളെ കോമ്പൗണ്ട് യെസ്, ഇപ്പോൾ C6H6 ആണ്. അപ്പോൾ 6 കാർബൺ വേണം. 6 കാർബൺ വേണം. ഓക്കെ, 2 ട്രിപ്പിൾ ബോണ്ടാണ് ഉദ്ദേശിച്ചത്. 2 ട്രിപ്പിൾ ബോണ്ട്, 2 ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഈസ് ഈക്വൽ ടു
4. കാരണം 1 ട്രിപ്പിൾ ബോണ്ട് ഈസ് ഈക്വൽ ടു 2 ഡബിൾ ബോണ്ട്. ഓക്കെ, അപ്പോൾ 6 1 2 3 4 5 6. ഇതിൽ 2 ട്രിപ്പിൾ ബോണ്ട് കൊടുക്കാം. 2 ട്രിപ്പിൾ ബോണ്ട് കൊടുത്തിട്ട് മോണോബ്രോമിനേഷൻ 1 അല്ലേ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് കൊടുത്തു. ഓക്കെ, ഇവിടെയും കൊടുത്തു വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഇവിടെയൊക്കെ എന്ത് ചെയ്യാം, ബ്രോമിനേഷൻ നടക്കാം. അപ്പോൾ പറ്റൂല. ഇവിടെ കൊടുത്തു, ഇവിടെയും കൊടുത്തു. അപ്പോൾ ഇവിടെയും ഇവിടെ എന്ത് ചെയ്യാം, ബ്രോമിനേഷൻ നടക്കാം. അതും വ്യത്യസ്തമായിട്ട് അല്ലെ, മോണോബ്രോമിനേഷന് അല്ല. ഇങ്ങനെ കൊടുത്താലോ, അതായത് ഇവിടെ കൊടുത്തു ട്രിപ്പിൾ ബോണ്ട്, ഇവിടെയും കൊടുത്തു ട്രിപ്പിൾ ബോണ്ട് അല്ലേ. അപ്പോഴോ ഇപ്പൊ എന്താ സംഭവം അറിയോ, കോമ്പൗണ്ടിൽ ഇവിടെ എച്ച് ഇല്ല. ഇവിടെ എച്ച് ഉണ്ടോ? ഇല്ല. ഇവിടെ ആകെ എച്ച് ഉള്ളത് ഇവിടെയും ഇവിടെയും മാത്രമാണ്. ഇവിടെ CH3, ഇവിടെ CH3. അത് ഒരേ ടൈപ്പ് CH3 ആണ്. ശരിയല്ലേ? ഇവിടെയും ഇവിടെയും മാത്രമേ എന്തുള്ളൂ, ഇപ്പോൾ CH3 ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു ബ്രോമിനേഷൻ നടത്തണമെങ്കിൽ മോണോ ബ്രോമിനേഷൻ നടത്തിയിരിച്ചുള്ളൂ അല്ലേ. മോണോ ബ്രോമിനേഷൻ നടക്കുകയാണെങ്കിൽ നമ്മളെ കോമ്പൗണ്ട് ഇതാ അല്ലേ, ട്രിപ്പിൾ ബോണ്ട് ഇവിടെ ഉണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഇതാണ് കോമ്പൗണ്ട്. ഇവിടെ എന്തുണ്ടാകും, ഇവിടെ BR എന്ന് കൊടുത്താൽ മതി. ശരിയല്ലേ? അപ്പോൾ അത് കറക്റ്റ് ആണ്. പിന്നെന്താണ്, പിന്നെ BR ഉള്ളത് ഇവിടെയാണല്ലോ. അവിടെ കൊടുത്താലും എന്തായിരിക്കും, സെയിം കോമ്പൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്ന ഈ പറഞ്ഞ പോയിന്റ് അത് കറക്റ്റ് ആണ്. എങ്ങനെ, ഓൺലി വൺ ബ്രോമോ ഡെറിവേറ്റീവ്, ഒരു ബ്രോമോ ഡെറിവേറ്റീവ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കറക്റ്റായ സംഭവമാണ്. അതിൽ സംശയങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇത് കേസ് എടുക്കാം. മാത്രമല്ല നമ്മൾ ഇതിനെ നിങ്ങൾ എന്താക്കി മാറ്റുന്നു, ഇതിനെ ഈ കോമ്പൗണ്ട് ആക്കി മാറ്റുന്നു, കംപ്ലീറ്റ്ലി N ഹെക്സൈൻ ആക്കി മാറ്റണമെങ്കിൽ യു ഹാവ് ടു ആഡ് 4H2, 4H2 കൊടുക്കണം. ശരിയല്ലേ? അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി എന്താ ക്വസ്റ്റ്യൻ അറിയോ, എന്താ ക്വസ്റ്റ്യൻ? അങ്ങനെയാണെങ്കിൽ യെസ്, കോമ്പൗണ്ട് ഹാസ് പൈ ഇലക്ട്രോൺ ഡാഷ് പൈ ഇലക്ട്രോൺസ്. എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ്. ഓക്കെ, കോമ്പൗണ്ടിൽ എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് അല്ലേ. ഇവിടെ 2 പൈ ബോണ്ട്, ഇവിടെയും 2 പൈ ബോണ്ട്. ഒരു പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 പൈ ഇലക്ട്രോൺസ്. അപ്പോൾ 4 പൈ ബോണ്ടിൽ നിന്ന് 8 പൈ ഇലക്ട്രോൺസ് ചോദിച്ചുകൊണ്ട് എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും ആൻസർ? 8 എന്നായിരിക്കും നമ്മൾ ആൻസർ. 8. ഓക്കെ, റൈറ്റ്. ഇതാണ് ചാൻസ് ഉള്ളത്. പിന്നെ ഒരു ചാൻസ് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോക്കൂ, ഇതിനകത്ത് ഒരു 3 ഡബിൾ ബോണ്ടും ഒരു റിങ്ങും വരുന്ന കേസ്. ഇപ്പോൾ ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയിട്ടുണ്ട് CH2. അത് ഈ C6H6 ഓക്കെ ആണ് അല്ലേ. പക്ഷെ കംപ്ലീറ്റ് നമ്മൾ ഈ കോമ്പൗണ്ട് ഇങ്ങനെ ആക്കണമെങ്കിൽ, ഹൈഡ്രോജനേഷൻ നടത്തണമെങ്കിൽ ഇവിടെ 2 + 2 6H2 കൊടുത്താൽ പോരെ. അപ്പോൾ 8 അല്ലല്ലോ. അപ്പോൾ അതൊന്നും അല്ല. കുറച്ചും കൂടെ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ഇത് തന്നെയാണ്. 8 ആണ് വരിക. ഓക്കെ, റൈറ്റ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 4 പറയുന്നത് CH3CH ട്രിപ്പിൾ ബോണ്ട് CHലേക്ക് HgH2SO4 ആഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് ആദ്യം റിയാക്ഷൻ എഴുതി വെക്കാം. ഫസ്റ്റ് CH3CH, ഓക്കെ, Hg2 + H2SO4. ഓക്കെ, H2SO4. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ കേസ്. അപ്പോൾ ഇതിൻ്റെ പേര് കുച്ചറോവ് റിയാക്ഷൻ കേട്ടിട്ടുണ്ടോ? നമ്മൾ NCERT പറഞ്ഞ റിയാക്ഷൻ തന്നെയാണ്. ചിലപ്പോൾ പേര് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. സംഭവത്തിലേ ഉള്ളൂ. ഇതിലേക്ക് എന്ത് ചെയ്യുന്നു, ഇതിൽ ശരിക്കും H2O ആണ് ഇതിലുണ്ടാവുക. H2O ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, H2 ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ H2O എന്ത് ചെയ്യും, ഇതിലേക്ക് അഡീഷൻ നടക്കുകയാണ് ചെയ്യുക. H2SO4 ഇതുണ്ടാവും. പിന്നെ H2SO4 ആ കേസിൽ ഇതുണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞാൽ H2O അഡീഷനാണ് ഇവിടെ കൊടുത്തുള്ളത്, അഡീഷനാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എങ്ങനത്തെ അഡീഷൻ അറിയോ, നമ്മൾ സാധാരണ മാർക്കോണിക്കോസ് അഡീഷൻ. ഓക്കെ, ഇതിലെന്ത് ചെയ്യും, OH- ഇങ്ങോട്ടും വരും, H+ എന്ത് ചെയ്യും, ഇങ്ങോട്ടും വരുന്ന തരത്തിൽ നോർമൽ മാർക്കോണിക്കോസ് അഡീഷൻ. ഓക്കെ, എവിടെ റിയാക്ഷൻ പറഞ്ഞറിയോ,
ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻസിന്റെ ഭാഗത്താണ് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻ YNE ഇൻ പ്രസൻസ് ഓഫ് Hg2+ ആൻഡ് H+. ഇതാണ് സംഭവം. HgSO4 H2SO4 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. റിയാക്ഷൻ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന വിചാരിക്കുകയാണ്. അപ്പോൾ എന്താ കിട്ടുക നമുക്ക്? കിട്ടുന്നത് CH3 C ഇവിടെ നിന്നുണ്ടാകും OH ഉണ്ടാകും, ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഡബിൾ ബോണ്ട് ആയിട്ട് എന്ത് ചെയ്യും? ഇവിടെ CH2 എന്ന് കിട്ടും. അഡീഷൻ ആണല്ലോ, അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് എന്താകും? ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. ഓക്കെ, അവിടെ തന്നെ കാണാൻ പറ്റും. അവിടെ ഒരു എന്ത് നടക്കുന്നറിയോ? ഇവിടെ നടക്കുന്ന സംഭവം ടോട്ടോമറൈസേഷൻ നടക്കും. ടോട്ടോമറൈസേഷൻ നടക്കും. ടോട്ടോമർ ഇത് ശരിക്കും ഒരു ഈനോളാണ്. ഇതിന് കീറ്റോ ഫോം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, എന്താ കീറ്റോ ഫോം ആയിരിക്കും? CH3 C ഡബിൾ ബോൺ O CH3 എന്നായിരിക്കും. ഇവിടുത്തെ H ഇല്ലേ, അത് ഇങ്ങോട്ട് പോകും, ഷിഫ്റ്റ് ചെയ്യും, 1,3 ഷിഫ്റ്റ് നടക്കും. കീറ്റോ ഇനോൾ ടോട്ടോമറിസം. എന്നിട്ട് എന്തായി മാറും? ഇയാൾ എന്തായിട്ട് മാറും? ഇയാൾ CH3 എന്നായിട്ട് എന്ത് ചെയ്യും? മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഇത് ഈനോൾ ഫോം ആണെങ്കിൽ ഇതിന്റെ കീറ്റോ ഫോം ആണ്. കീറ്റോ. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടിയത് ഒരു അസിറ്റോൺ ആണ്, ഒരു പ്രൊപ്പനോൺ ആണ് കിട്ടിയത്. പ്രൊപ്പനോൺ, ഒരു കീറ്റോൺ കിട്ടി. എന്താണ് അടുത്ത ഭാഗം എന്നറിയോ? അടുത്ത രണ്ടാമത് HCN ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. HCN എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഈ ഭാഗം നമ്മൾ ഫസ്റ്റ് ഇയർ ആണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഭാഗം അത്ര പരിചയമുള്ള സംഗതിയല്ല. ഇത് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന റിയാക്ഷൻ ആണ്. കീറ്റോണിലേക്കോ ആൽഡിഹൈഡിലേക്കോ HCN ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സയനോഹൈഡ്രിൻ കിട്ടും. നിങ്ങൾ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് ശേഷം മുകളിലത്തെ ആളുകളാണെങ്കിൽ, പിന്നെ സെക്കൻഡ് ഇയർ പഠിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സൈനോഹൈഡ്രിൻ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ഓഫ് കാർബോണൈൽസിന്റെ ഭാഗത്ത് നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഒക്കെ ഒരു CN- വന്നിട്ട് എന്ത് ചെയ്യും? H+ഉം CN- വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ അറ്റാക്ക് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് എന്താകും? സൈനോഹൈഡ്രിൻ കിട്ടൂലേ? ഇവിടെ നിന്നുണ്ടാകും, ഇവിടെ CN വരും, ഈ O- എന്ത് ചെയ്യും? ഈ H എടുത്തിട്ട് എന്ത് ചെയ്യും? H ആകുകയും ചെയ്യും. നമ്മൾ ഫൈനൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും വെച്ചാൽ CH3 ഇവിടെ നിന്നുണ്ടാകും, ഇവിടെ CN വന്നിട്ടുണ്ടാകും, പിന്നെ ഇത് OH ആയിട്ടുണ്ടാകും, അപ്പുറത്ത് CH3 നേരത്തെ ഉണ്ട്. ഇങ്ങനെ കിട്ടും ഒരു സയനോഹൈഡ്രിൻ എന്ന് പറയാം. ദിസ് ഈസ് കോൾഡ് സയനോഹൈഡ്രിൻ. ഇത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. ഇത് വളരെ ടിപ്പിക്കൽ ഒരു റിയാക്ഷൻ ആണ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോണിന്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ സയനോഹൈഡ്രിൻ കിട്ടി. ശേഷം പറഞ്ഞ എന്താ അറിയോ? അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? H2NI ആഡ് ചെയ്യണമെന്നാണ്. H2-NI എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. റിഡക്ഷൻ നടത്താൻ പറ്റുന്ന റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നോ? H2 നിക്കൽ എന്ന് പറയുമ്പോൾ ഈ CN ഉണ്ടല്ലോ, അത് ശരിക്കും C�ट्रिപ്പിൾ-ബോണ്ട് N ആണല്ലോ. ഓക്കെ, CN-നെ നമ്മൾ എന്ത് ചെയ്യും? റിഡക്ഷൻ നടത്തിയാൽ നമുക്ക് എന്താ കിട്ടുന്നറിയോ? നമുക്കൊരു അമീനാണ് കിട്ടുക. അതും പ്രൈമറി അമീനാണ് കിട്ടുക. അമീൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ CN എന്ന് പറയുമ്പോൾ C�ट्രിപ്പിൾ-ബോണ്ട് N ആണ്. ഓക്കെ, ഇങ്ങോട്ടും H നിറക്കും, ഇവിടെ എന്ത് ചെയ്യും? H കൊണ്ട് നിറക്കും. H ഇൻസേർട്ട് ചെയ്തതിന് പറയുന്ന പേരല്ലേ ശരിക്കും റിഡക്ഷൻ എന്ന് പറയാം. അപ്പൊ എന്താ കിട്ടുക നമുക്ക്? ഫൈനലി വി വിൽ ഗെറ്റ് ഞാൻ എഴുതേണ്ട ഇവിടെ CH3 ഇവിടെ OH ഉണ്ട്, ഇവിടെ CH2NH2 എന്നായിട്ട് മാറും അല്ലെ? ഒരു പ്രൈമറി അമീൻ NH2 ആയിട്ട് മാറും. ഈ റിയാക്ഷൻ നമ്മൾ പഠിക്കുന്നത് സെക്കൻഡ് ഇയറിലാണ്. ഇങ്ങോട്ടുള്ള റിയാക്ഷൻ പഠിക്കുന്നത് സെക്കൻഡ് ഇയറിലാണ്. അപ്പോൾ സെക്കൻഡ് ഇയറുമായി കണക്റ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് അല്ലെ? നൈട്രൈൽ അല്ലെങ്കിൽ സയനൈഡിന്റെ റിഡക്ഷൻ ടു അമീൻ, പ്രൈമറി അമീന്റെ ഭാഗത്താണ് ഇത് പഠിക്കുക. ഓക്കെ, ഇതും ഫസ്റ്റ് ഇയറിലാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നമ്മൾ സെക്കൻഡ് ഇയർ ഈ ഭാഗം നന്നായി പഠിക്കും നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാവും നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി ഇത് അല്ലേ? ഒരു CH3 ഉണ്ട്, ഒരു OH ഉണ്ട്, പിന്നെ CH2NH2, CH3 OH CH2NH2. ഓപ്ഷൻ 2 ആണ് നമ്മളെ പ്രോപ്പർ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫോളോയിങ് ആർ 4 molecules PQRS. വിച്ച് വൺ എമംഗ് ദ 4 molecule will react with HBr at the fastest rate? HBRുമായി റിയാക്ട് ചെയ്യുന്നത് ഏതാണ് ഏറ്റവും നന്നായി പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതാണ്? നമുക്കറിയാം, ഒരു ആൽക്കീനിലേക്ക് HBr ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട റൂളാണ് മാർക്കോണിക്കോസ് അഡീഷൻ. മാർക്കോണിക്കോസ് അഡീഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം H+ ആണ് ആഡ് ചെയ്യുക, പിന്നെയാണ് X- ആഡ് ചെയ്യുക അല്ലേ? ശരിക്കും അത് ഇലക്ട്രോഫിലിക് അഡീഷൻ എന്ന് പറയാം. കാരണം H+ വരുന്ന ആ ഭാഗമാണ് അതിന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്ലോ സ്റ്റെപ്പ്, റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ ഇതിലേക്ക് വന്നിട്ട് ഒരു കാർബോകാറ്റോൺ ഉണ്ടാവും. ആ റിയാക്ഷൻ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ അങ്ങനെ നിങ്ങളൊന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. RCH ഡബിൾ ബോണ്ട് CH2ലേക്ക്
HBr ആഡ് ചെയ്യുകയാണെങ്കിൽ മാർക്കോണിക് ഓക്സിഡേഷൻ നടന്നിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും RCHBr CH3 എന്നായിരിക്കും അല്ലെ. ഇതിൻ്റെ BR മൈനസ് എന്നുള്ള ഭാഗം എന്ത് ചെയ്യും വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും, കുറഞ്ഞ ഹൈഡ്രജനുള്ള കാർബണിൽ H+ എന്നുള്ള ഭാഗം ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യും. അതിൻ്റെ മെക്കാനിസം നിങ്ങൾ ശ്രദ്ധിക്കണം, മെക്കാനിസം പഠിക്കാത്തതുകൊണ്ട് മെക്കാനിസം പഠിക്കണം. മെക്കാനിസം എന്താ അറിയോ, RCH ഡബിൾ ബോണ്ട് CH2ലേക്ക് ആദ്യം H+ വരുന്നു. അപ്പം സംഭവിക്കാന്നറിയോ, H+ വരുമ്പോൾ ഈ ബോണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകും, ഇങ്ങനെ എന്ത് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകും. അതിന് പറയുന്ന പേര് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്നാണ് അല്ലേ. ഒരു എക്സ്റ്റേണൽ റിയേജന്റ് പ്രസൻസിൽ എന്ത് ചെയ്യുന്നു, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ബ്രേക്ക് എന്ന് പറഞ്ഞ ഇലക്ട്രോമെറിക് എഫക്റ്റ്, ഒരു ടെമ്പററി എഫക്റ്റ് ആണത്. അപ്പോൾ ഇതെന്താവും, ഇത് പ്ലസ്സോ ഇത് മൈനസ് ആകും. ഈ മൈനസിലേക്ക് എന്ത് ചെയ്യും, ഈ പ്ലസ് വന്നാൽ എന്ത് സംഭവിക്കുക, ഈ മൈനസ് എന്ത് ചെയ്യും, H+ വാങ്ങിയിട്ട് എന്ത് ചെയ്യും, ഇത് CH3 എന്നാകും. മറ്റേതെന്തായിരിക്കും, അപ്പോൾ RCH+CH3 എന്നാകും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, Br- വന്നിട്ട് ആ കാർബോകാറ്റയോൺ, ഇതാണ് കാർബോകാറ്റയോൺ അല്ലേ. ഒരു കാർബോകാറ്റയോൺ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ റിയാക്ഷന്റെ ഒരു പ്രത്യേകത. അവിടെ എന്തുണ്ടാകും, ഒരു കാർബോകാറ്റയോൺ ഉണ്ടാകും. അങ്ങനെ അവസാനം ഫൈനലി RCH, ഇവിടെ Br വരും, ഇവിടെ CH3 എന്നായിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് തന്നെ കിട്ടുന്നതാണ് നമ്മളെ റിയാക്ഷൻ. ഇതാണ് റിയാക്ഷൻ. ഓക്കെ, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളെ കേസിൽ ഇതേപോലെ കാർബോകാറ്റയോൺ ഉണ്ടായിക്കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളെ റിയാക്ഷൻ നടക്കേണ്ടത്. കാർബോകാറ്റയോൺ ഉണ്ടാവണം. അങ്ങനെ കാർബോകാറ്റയോൺ ഉണ്ടാവണമെങ്കിൽ ഇത് ഓരോന്നും എന്ത് ചെയ്യണം, ഇങ്ങനെ ബ്രേക്ക് ആയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ പ്ലസ് അല്ലെങ്കിൽ ഇവിടെ ബ്രേക്ക് ആയിട്ട് ഇവിടെ പ്ലസ് ഇങ്ങനെ കൊടുത്ത് പോകണം. ഓക്കെ, അപ്പോൾ അതിന് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ ഉണ്ടാവും, അതാണ് ഏറ്റവും മോസ്റ്റ് റിയാക്റ്റീവ്. ഇന്റർമീഡിയറ്റ് സ്റ്റേബിൾ ആകുമ്പോൾ റിയാക്ടിവിറ്റി കൂടും. ഇന്റർമീഡിയറ്റ് സ്റ്റേബിൾ ആകുമ്പോൾ റിയാക്ടിവിറ്റി കൂടുമല്ലോ. യെസ്, കൂടും. അപ്പോൾ ഞാൻ ഈ ക്യൂനെ എനിക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്യൂനെ നമ്മൾ ഇങ്ങനെ H+മായി റിയാക്ട് ചെയ്താൽ ഇവിടെ എന്തുണ്ട്, ഓക്സിജൻ ഉണ്ട്. ഓക്കെ, അത് എന്താകും എന്ന് പറയാം, ഇത് പ്ലസ് ആകും. ഓക്കെ, ഇതിലേക്ക് എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ഞാൻ ഇങ്ങനെ ഇതിലേക്ക് എന്ത് ചെയ്യുന്നു, H+ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബോണ്ട് എന്താകുന്നു, ഈ ബോണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ട് ഇത് മൈനസും ഇത് പ്ലസുമായിട്ട് മാറുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു, ഈ മൈനസിലേക്ക് H+ വന്നിട്ട് അവിടെ CH എന്നായി മാറുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, പ്ലസ് ആയി മാറും. അങ്ങനെ അയാളെ മെച്ചം എന്താ വെച്ചാൽ, നമുക്കറിയാവുന്നൊരു കേസാണ്, ഓക്സിജന് മുകളിൽ എന്തുണ്ട്, ലോൺ പെയർ ഇലക്ട്രോൺസ്, 2 ലോൺ പെയർ ഉണ്ട്. ഓക്കെ, ഞാൻ ഒന്നേ കാണിച്ചുള്ളൂ, 2 ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ ഇലക്ട്രോൺസ് ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ എന്ത് കിട്ടും, ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യും, പ്ലസിനെ. ഓക്കെ, ബൈ റെസൊണൻസ് എഫക്റ്റ്. എന്ത് എഫക്റ്റ് ആണ് ഇത്, ശരിക്കും +R എഫക്റ്റ് എന്നതിനെ പറയാം അല്ലേ. ഈ ഒരു കേസിന് നമുക്ക് +R എഫക്റ്റ് ഓഫ് അല്ലെ, OR ഗ്രൂപ്പ്, OCH3, ഇവിടെ OCH2 CH3 പോലത്തെ ഇവിടെ എന്തുണ്ട് R അല്ലെ, ഇവിടെ എന്തുണ്ട് C കാർബൺ അല്ലേ. അപ്പോൾ OR ഗ്രൂപ്പ് എന്നുള്ളത് എന്താണ്, +R എഫക്റ്റ് കാണിക്കുന്നത്. കോഞ്ചുഗേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് കേട്ടോ, പ്ലസ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും, കോഞ്ചുഗേഷൻ ഉണ്ട്. ലോൺ പെയർ അല്ലെ, ലോൺ പെയർ പിന്നെ സിഗ്മ പിന്നെ പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് കോഞ്ചുഗേഷനെ കാണിക്കുന്നതാണ്. ലോൺ പെയർ ഇലക്ട്രോൺസ് സിഗ്മ പോസിറ്റീവ്, ഇത് ലോൺ പെയർ ഇലക്ട്രോൺസ് ആണ്. ഇവിടെ സിഗ്മ ബോണ്ട് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ഉണ്ട്. വേക്കൻ്റ് ആയിട്ടുള്ള പി ഓർബിറ്റിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി. വേക്കൻറ്റ് പി ഓർബിറ്റിൽ ഉണ്ടാവും പോസിറ്റീവിൻ്റെ കേസിൽ. അപ്പോൾ എന്തായിരിക്കും, അത് പോസിറ്റീവ് ഭാഗമായി കൺസിഡർ ചെയ്യുന്ന ദർ ഈസ് റെസൊണൻസ്. ആ റെസൊണൻസ് ഉണ്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാവുക. സോ ഇതാണ് നമ്മളെ കേസ്. ഇതിനെപ്പോലെ സ്റ്റെബിലൈസ് ചെയ്യാൻ +R എഫക്റ്റ് കാണിക്കുന്ന വേറെ ആരും ഇവിടെ ഇല്ല. ഇവിടെ നോക്കാം, ഇവിടെ എന്തില്ല, ദർ ഇസ് നോ +R എഫക്റ്റ് അല്ലേ. ഇവിടെ +R എഫക്റ്റ് ഇല്ല. ഇവിടെ ഉണ്ട്. ഇവിടെ സംഭവിക്കുക വെച്ചാൽ ഇവിടെയാണ് പ്ലസ് വരുന്നതെങ്കിൽ ഈ ലോൺ പെയർ ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ലോൺ പെയർ സിഗ്മ പോസിറ്റീവ് എന്ന് വരിക. ദർ ഇസ് അവിടെ എന്തല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, റെസൊണൻസ് ഒന്നും പറയാൻ കഴിയൂല. നമ്മളെ ആൻസർ എന്തായിരിക്കും, ഇവിടെ Q എന്നുള്ളതായിരിക്കണം നമ്മളെ ആൻസർ. നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. തന്നിരിക്കുന്ന ആൻസർ Q ആണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 5 ഓപ്ഷൻ 3 Q തന്നെയാണ് നമ്മളെ ആൻസർ. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യന് ഐഡന്റിഫൈ ABC ഇൻ ദ ഫോളോയിങ് സീക്വൻസ് ആണ്. അപ്പോൾ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ CH3CH അല്ലേ, CH3 C ട്രിപ്പിൾ ബോണ്ട് CHലേക്ക് എന്ത് ചെയ്യുന്നു, PD കാർബൺ H2 അല്ലേ. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇതിനെ പറയുന്ന പേര് ലിൻഡിലാർ കാറ്റലിസ്റ്റ് എന്നാണ്, കേട്ടിട്ടുണ്ടായിരിക്കും. ലിൻഡിലാർ H2 അല്ലേ. അതിലെ ഹൈഡ്രോജിനേഷൻ അല്ലെങ്കിൽ എന്താണ്, റിഡക്ഷൻ ഓഫ് ആൽക്കൈൻ YNE. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് കിട്ടുന്നു, CH3 അല്ലേ, ഇവിടെ CH, ഇവിടെ എന്ത് കിട്ടും, ഡബിൾ ബോണ്ട് എന്നുള്ളത് ആകും, ഇവിടെ CH2 എന്ന് കിട്ടും. ഓക്കെ, ഈ കോമ്പൗണ്ട് എന്താണ്, സിസും ട്രാൻസും പ്രത്യേകം പറയണില്ല. ശരിക്കും സിസിനാണ് ഇത് ചെയ്യുക.
അല്ലേ? സിസ് ആണ് കിട്ടുക. പക്ഷെ നമ്മളെ കേസിൽ എന്താണ്, ഇവിടെ ഒരു എച്ചും ഇവിടെ ഒരു എച്ചും വരുന്നു. പക്ഷെ ഇത് ഡബിൾ ബോണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ സി, ഇവിടെയും എച്ച് ഇവിടെയും എച്ച്. അങ്ങനത്തെ കേസിൽ എ ടൈപ്പ് ഒരിക്കലും എന്ത് കാണിക്കില്ല, സെയിം ഡബിൾ ബോണ്ട് കാർബണിലേക്ക് സെയിം ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് പിന്നെ സിസും ട്രാൻസിനും പ്രസക്തി ഇല്ല. അവിടെ സിസ് ആണ് ട്രാൻസ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ല. ദർ ഇസ് നോ സിസ് ട്രാൻസ് ഐസോമറിസം ഫോർ പ്രൊപ്പീൻ. പ്രൊപ്പീൻ എന്തില്ല, സിസ് ട്രാൻസ് ഐസോമറിസം ഇല്ല. കാരണം ഈ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ട് ഹൈഡ്രജൻ എന്താണ്, സെയിം ആയതുകൊണ്ട് സെയിം അറ്റാച്ച്മെന്റ് വന്നാൽ പിന്നെ അവിടെ എന്തിന് പ്രസക്തി ഇല്ല, സിസും ട്രാൻസിനും പ്രസക്തി ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതാണ് ഈ പറയുന്ന എ. ആരാണ് എ? പ്രൊപ്പീൻ ആണ് എ. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് നമുക്ക് O3ZnH2O അല്ലെ, ഓസോൺ ലിസ്റ്റ് നമ്മൾ പഠിച്ചാണല്ലോ അല്ലെ. ഓസോൺ ലിസ്റ്റ് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഹൈഡ്രോ കാർബൺ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കാൻ നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്ത് ചെയ്യണം, ഈ ബോണ്ട് എന്ത് ചെയ്യണം, ഇവിടുന്ന് ഇങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് ഓക്സിജൻ ഇവിടെയും കൊടുക്കണം, ഒരു ഓക്സിജൻ കൂടെ കൊടുക്കണം. ട്രിക്ക് അതാണല്ലോ. അപ്പോൾ എന്താ കിട്ടുക നമുക്ക്, CH3, ഇവിടെ CH ഉണ്ട്, ഇങ്ങോട്ട് ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഓക്കെ, ഒരു കോമ്പൗണ്ട് അതാണ്. പിന്നെയോ പ്ലസ്, പിന്നെ ബാക്കി എന്താണ്, ഇവിടെ സി, ഇങ്ങോട്ട് എച്ച് ഉണ്ട്, ഇങ്ങോട്ട് എച്ച് ഉണ്ട്, ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ട് അല്ലെ. ഇത് രണ്ട് കോമ്പൗണ്ട് കിട്ടും. ഓക്കെ, ഈ കോമ്പൗണ്ട് ഏതാണ്, ഈ കോമ്പൗണ്ട് SCH3CHO, ഈ കോമ്പൗണ്ട് HCHO. ആരൊക്കെ കിട്ടുന്നത്, CH3CHO ഉണ്ട് പ്ലസ് HCHO ഉണ്ട്. ഓക്കെ, അസെറ്റാൽഡിഹൈഡും ഫോമാൽഡിഹൈഡും കിട്ടുന്നു. അതാണ് ബിയും സിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ എന്തായിരിക്കണം, ആൻസർ ഓപ്ഷൻ 3 നോക്കൂ. എ എന്ന് പറഞ്ഞാൽ CH3CH2, ബി എന്ന് പറഞ്ഞാൽ CH3CHOയും HCHOയും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ 3 ആണ് നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിൾ ക്വസ്റ്റൻ ആട്ടോ, ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്ത ക്വസ്റ്റൻ നോക്കൂ. പ്രൊഡക്റ്റ് ബി ഫോംഡ് ഇൻ ദ ഫോളോയിങ് എന്നാണ്, അവസാനം ബി കിട്ടണം. ഓക്കെ, റിയാക്ഷനിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് HCl ആഡ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ HCl ആഡ് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇത് ഉൾപ്പെടുത്താനുള്ള കാരണം. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഇവിടെ ഇതിൻ്റെ പാരാ പൊസിഷനിൽ ഒരു ഇങ്ങനെ ഡബിൾ ബോണ്ട് ഒക്കെ വരുന്ന കേസ് ഉണ്ട്. ഇതിനെന്ത് ചെയ്യുന്നു, HCl ആഡ് ചെയ്യണം. നമുക്കറിയാം ഡബിൾ ബോണ്ടിലേക്കാണ് HCl ആഡ് ചെയ്യുക. ഡബിൾ ബോണ്ടിലേക്ക് HCl ആഡ് ചെയ്യുമ്പോൾ കാർബോകാറ്റൈൻ ഉണ്ടായിക്കൊണ്ട് മാർക്കോണിക് ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആദ്യം എന്ത് ചെയ്യും, H+ ആണ് വരിക, പിന്നെ Cl- വരും അല്ലെ. നമുക്കറിയാലോ മാർക്കോണിക് ഓക്സിഡേഷൻ എങ്ങനെ അവ സംഭവിക്കാൻ. ഇവിടെ ഉണ്ടല്ലോ, ഇതെന്ത് ചെയ്യും, ഇതിവിടെ പ്ലസ് ആവാണോ വേണ്ടത്, അതോ ഇവിടെ പ്ലസ് ആവണോ? ഇവിടെ പ്ലസ് ആയ ഒരു മെച്ചുണ്ട്. എന്താ പ്ലസ് ആയെന്നറിയോ, ഇവിടെ പ്ലസ് ആയാൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാർബോകാറ്റയോൺ എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. എന്താ കാരണം, ഇവിടെ ഇത് ബെൻസൈലിക് ആണ്. ബെൻസൈലിക് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയുണ്ടാകും. ബെൻസൈലിക് എന്ന് പറഞ്ഞാൽ C6H6ന്റെ അപ്പുറത്തുള്ള കാർബൺ, ബെൻസീൻ ഇങ്ങനെ തൊട്ടപ്പുറത്തുള്ള കാർബൺ പ്ലസ് ചാർജ് ആകുമ്പോൾ അതിന് പറയുന്ന ഒരു ബെൻസൈലിക് എന്ന് പറയാം. ബെൻസൈലിക് കാർബോകാറ്റയോൺസ് വളരെ സ്റ്റേബിൾ ആണ്. അതിന് കാരണം എന്താണ്, അതിന് കാരണമുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്, ഇതിങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്, ഇതിങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്, അവിടെ ബെൻസീൻ കാണിക്കുന്ന റെസൊണൻസ് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അവിടെ പിന്നെ അപ്പോൾ അതിലേക്ക് പിന്നെ H കൂടെ വന്നിട്ടോ. അപ്പോൾ H കൂടെ വന്നിട്ടുണ്ട്, പിന്നെ അതിലേക്ക് എന്ത് ചെയ്യും, Cl വരും. അപ്പോൾ നമ്മളെ കോമ്പൗണ്ട് ഇങ്ങനെ ഉണ്ടാവാം അല്ലെ. ഇവിടെ Cl വന്നിട്ടുണ്ടാകും, കാരണം ഇവിടെ പ്ലസ് ചാർജ് വന്നു. ഇതാണ് കാർബോകാറ്റൈൻ ഉണ്ടായ കാർബോകാറ്റൈൻ ഇതാണ്. അതായത് H+ വന്നപ്പോൾ ഇങ്ങനെ ഉണ്ടായി. അതിനുശേഷം എന്ത് ചെയ്തു, അതിനുശേഷം Cl അല്ലേ, Cl- വന്നപ്പോൾ എന്തായി, ഇങ്ങനെയും കിട്ടി. ശരിയാണല്ലോ, ഇവിടെ H വന്നപ്പോഴാണ് ഉണ്ടായിട്ടോ, അവിടെ H ഉണ്ട്, അവിടെ CH2 ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കേസ്. ഇതാണ് എ എന്ന് പറഞ്ഞ സംഭവം. ഇതിലേക്ക് എന്ത് ചെയ്യുന്നു, AgCN ആഡ് ചെയ്യുന്നു. AgCN ആഡ് ചെയ്യുന്നു. ഈ കോമ്പൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, AgCN ആഡ് ചെയ്യുന്നു. ഓക്കെ, അത് നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ഒരു റിയാക്ഷനാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ ചാപ്റ്ററിൽ പലതും കണക്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സെക്കൻഡിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഭാഗം പഠിക്കുന്നത്. RXലേക്ക് രണ്ട് തരത്തിൽ എന്ത് ചെയ്യും, സയനൈഡിന് അല്ലെങ്കിൽ നമുക്ക് KCN ആഡ് ചെയ്യുന്നൊരു കേസും ഉണ്ട്, AgCN ആഡ് ചെയ്യുന്ന കേസും ഉണ്ട് അല്ലേ. KCN ആഡ് നമുക്ക് എന്ത് കിട്ടുന്നത്, RCN ആണ് കിട്ടുക, സയനൈഡ് നൈട്രൈൽ കിട്ടും. AgCN ആണെങ്കിൽ RNC ആണ് കിട്ടുക, ഐസോസൈനൈഡ് കിട്ടും. ഇറ്റ് ഈസ് കോൾഡ് ഐസോസൈനൈഡ്. ഇവിടെ the nitrogen is attached to carbon. Here carbon is attached to carbon alkyl group. So this is called nitrile or cyanide, and this is called isonitrile അല്ലെങ്കിൽ isocyanide. ഓക്കെ, ഇതിനെ നൈട്രൈൽ എന്ന് വിളിക്കാം. ഗുഡ് ആയിരിക്കും. നിങ്ങൾ നെയിമിങ് ചെയ്തപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവുക നൈട്രൈൽ എന്നായിരിക്കും, സയനൈഡ്.
ഓക്കെ, ഇതെന്താണ്? ഇത് ഐസോസൈൻ. അപ്പോൾ നമുക്ക് AgCN ആണ് നമ്മുടെ റിയാക്ഷൻ അല്ലേ? അപ്പോൾ എന്താ കിട്ടുക നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ആൻസർ ഇങ്ങനെ, ഇവിടെ അതിന് മാറ്റമില്ല. ഇവിടെ എന്തുണ്ടായിരിക്കും? ഇവിടെ Cl ഉണ്ട്. ആ Cl പകരം അല്ലേ അവിടെ എന്ത് വരും? NC എന്ന് വരും. NC ഐസോസൈനൈഡ് വരും. ഓക്കെ, ഇതാണ് നമ്മൾ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ എത്രയായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7ന്റെ ആൻസർ തന്നിരിക്കുന്ന ഓപ്ഷൻ 4 NC അല്ലേ? ഇതേ സംഭവം ഇവിടെ CN ഉണ്ട്, അതല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. ഫസ്റ്റ് ഇയറോടെ പറഞ്ഞു കേട്ടോ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് സെക്കൻഡ് ഇയർ നോക്കിയാക്കാം. സെക്കൻഡ് ഇയർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും, അവർക്ക് ഇത് സിമ്പിളായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ദ മേജർ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ എന്നാണ്. KOH ETOH എക്സസ്. ഓക്കെ, എന്നിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ? യെസ്, ഇവിടെ പിന്നെ എന്ത് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് യെസ് ഹീറ്റിംഗ്. ഇത് ബേസ് ആണ്, നമുക്കറിയാം ബേസ് അല്ലെ? ബേസ് എക്സസ് കൊടുത്തിട്ടുണ്ട്, എക്സസ് ആണ്. ഹീറ്റിംഗ് കൊടുത്താൽ പിന്നെ ഇത് ബേസായി ആക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ന്യൂക്ലിയോഫൈലറ്റ് BRന് പകരം എന്ത് ചെയ്യുന്നു? OH വരുന്ന തരത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ നമുക്ക് സങ്കല്പിക്കാം. പക്ഷേ ഹീറ്റിംഗ് കൊടുത്തോടുകൂടി എല്ലാം സ്റ്റോപ്പായി. ഹീറ്റിംഗ് കൊടുത്താൽ എന്തായിരിക്കും? അത് എലിമിനേഷൻ റിയാക്ഷൻ ആണ്, സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല. ഈ BRന് പകരം OH വരുന്ന കേസല്ല, പകരം ഈ BRനെയും അതിൻ്റെ ബീറ്റ പൊസിഷനിലുള്ള Hനെയും കൂടെ HBr എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, അങ്ങനെ HBr അപ്പോൾ BR ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ H ഉണ്ട്, ഇവിടെ H ഉണ്ട്, രണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ എക്സസ് ഉണ്ടല്ലോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് അറിയോ? ഈ BRും ഇവിടെ H ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ കാണിക്കാം. ഇവിടെ H ഉണ്ട്, ഈ Hഉം BRും പുറത്തേക്ക് പോകുന്നു. അതേപോലെ ഇവിടെ H ഉണ്ട്, ഇവിടെ BR ഉണ്ട്, ഈ Hഉം BRും പുറത്തേക്ക് പോകുന്നു. അതായത് ഇവിടെ ഒരു H ഉണ്ട്, ഈ Hഉം ഈ BRും പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പുറത്തേക്ക് പോയാൽ നമുക്ക് എന്ത് കിട്ടും അറിയോ? നമ്മളെ കോമ്പൗണ്ട് ഇങ്ങനെയാകും. ഓക്കെ, ഇങ്ങനെ അല്ലേ? ഇവിടെ എന്താകും? ഇവിടെ ഈ രണ്ട് Hഉം BRും പുറത്തേക്ക് പോയ ഇവിടെ ഒരു ഇതുണ്ട് അല്ലേ? ഓക്കെ, ഇങ്ങനെ ഉണ്ട്. ഈ Hഉം ഈ BRും പുറത്തേക്ക് പോയെന്ന് സംഭവിക്കുക, നമുക്ക് അവിടെ ഡബിൾ ബോണ്ട് ഇവിടെ വരും. ഓക്കെ, ഡബിൾ ബോണ്ട് വരും. ഇനി ഇവിടുത്തെ Hഉം BRും പോയാലോ? ഇവിടുത്തെ ഈ Hഉം ഈ BRും പോയാലോ? ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും? ഇതിനിടക്ക് ഇതിലെ വരിക. യെസ്, ഇങ്ങനെ കിട്ടും. അങ്ങനെ കിട്ടുന്നതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കേസ്. അല്ലാതെ ഇവിടുത്തെ Hഉം BRും പോകാനുള്ള ഇതും പോകാം, പക്ഷേ ഇവിടെ പോകുന്നത് ഇവിടെ നോക്കുക, ഇവിടെ പോയി വിചാരിച്ചോളൂ. അപ്പോൾ ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ശരിക്കും കോഞ്ചുഗേഷൻ നഷ്ടപ്പെട്ടു. ഇവിടെ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ എന്തുണ്ട്? ഇങ്ങനെ വന്നു, ഇതിങ്ങനെ വന്നു, ഇതിങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യാം? കോഞ്ചുഗേഷൻ ഉണ്ട്. കോഞ്ചുഗേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി കൂടും. എക്സ്റ്റൻഡ് കോഞ്ചുഗേഷൻ ഇവിടെ, എക്സ്റ്റൻഡ് കോഞ്ചുഗേഷൻ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? സ്റ്റെബിലിറ്റി വളരെ കൂടുതലായിരിക്കും ഉണ്ടാകും. അപ്പോൾ ചുരുക്കത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് തന്നെയായിരിക്കും എന്ത് ചെയ്യുക? നമ്മളെ കോമ്പോണന്റ് വരിക. ഇതെങ്ങനെ നെയിം ചെയ്യും? നമ്പർ ചെയ്യണം എന്നാണ്. നെയിം ചെയ്യണം, പേരാണ് നോക്കേണ്ടത് നമ്മൾ. പേര് നോക്കുമ്പോൾ ഇപ്പം നമുക്കറിയാം ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? ബെൻസീൻ റിങ്ങിൻ്റെ തൊട്ട് നിൽക്കുന്ന ആൽക്കൈൻ ചെയിനിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ, അതായത് നമ്മളെ പിന്നെ ഈ ചെയിനിൽ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഇവയ്ക്കായിരിക്കും എന്ത് ചെയ്യുക? അതിനാണ് നമ്മൾ പിന്നെ പാരന്റ് ആയിട്ട് പരിഗണിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ അല്ലേ, ഇത് എത്ര കാർബൺ നോക്കൂ? 1 2 3 4 5 6 7. അത് ശരിക്കും ഇത് എന്താണ്? ഒരു ഹെപ്റ്റാഡൈൻ ആണ്. ഹെപ്റ്റാഡൈൻ 2 ഡബിൾ ബോണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് 1 2 3 വരിക. ഇതാകുമ്പോൾ 1 2 2 തന്നെ വരും. അപ്പോൾ 2 വരുന്ന കേസ് അപ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കണം നമ്പറിങ്. അപ്പോൾ നമ്പറിങ് കൊടുക്കുമ്പോൾ നമ്മൾ അല്ലേ ഇതിനെ 1 എന്ന് കൊടുക്കാം, 2 ഇത് 3 ഇത് 4 ഇത് 5 6 7. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ഇത് നമുക്ക് ഇതിനെന്ത് ചെയ്യാം? ഇതിനെ ഫിനൈൽ ആക്കിയിട്ടില്ലേ? അത് പ്രിഫിക്സ് ആയി വരുമ്പോൾ പിന്നെ ഫിനൈൽ എന്നാ പറയാം. ദിസ് ഈസ് കോൾഡ് ഫിനൈൽ. അപ്പോൾ 2 ഇതിന്റെ പേരെന്തായിരിക്കും വരിക? 2 ഫിനൈൽ. പിന്നെ ഹെപ്റ്റ, ഇവിടേക്കുള്ളത് 2ലും പിന്നെ 4ലും ഡൈൻ. ഹെപ്റ്റ് എന്നല്ല പറയാം, ഹെപ്റ്റ എന്ന് തന്നെ പറയണം. ഹെപ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഹെപ്റ്റാഡൈൻ എന്ന് പറയാം. ആൽക്കാഡൈൻ എന്നാണ് പറയാം. ആൽക്കഡൈൻ എന്ന് പറയില്ല, ഉണ്ടാവും. ആൽക്കാഡൈൻ, ബ്യൂട്ടാഡൈൻ എന്നൊക്കെയാണ് പറയാം. അപ്പോൾ ആൻസർ എവിടെ കൊടുത്തിട്ടുണ്ട്? ആൻസർ 4 ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8ന്റെ ആൻസർ 4 ആണ്, സംശയമില്ല.
നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഹൈഡ്രോ കാർബണിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും വന്ന സ്ഥിതിക്ക് ഞാൻ പെട്ടെന്ന് പറയാം. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ഇതിൽ മാറി വന്നാന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ ശരിക്കും ഞാൻ പെട്ടെന്ന് പറയാം. ഇത് ഹൈഡ്രോ കാർബൺ ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, ഇത് ശരിക്കും ഹാലോ ആൽക്കൈൻ ഹാലോ അരീൻസിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, C6H5ONA C2H5OH വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇത് ഇവിടുന്ന് ഈ NO2 ഗ്രൂപ്പിൻ്റെ പാരയിലുള്ള BR ആണ് പോവുക. പാരയിലുള്ള BR പോവുക. ഇത് മെറ്റൈലാണ്. ഇത് ശരിക്കും ഇതിന് പറയുന്ന പേര് ഈ പിന്നെ SNAR മെക്കാനിസിൻ്റെ ഒരു ഭാഗമാണ്. അതിനെ നമ്മൾ പറയുന്ന ഇതിൻ്റെ പേരെന്താ വെച്ചാൽ ആക്ടിവേറ്റഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ആക്ടിവേറ്റഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ BR വെറുതെ പോകില്ല. ഇവിടെ NO2 ഗ്രൂപ്പ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, റിയാക്ഷൻ നടക്കില്ല. പക്ഷെ BR എന്ത് ചെയ്യും, പോകും. എങ്ങനെയാണെങ്കിൽ ഈ BRൻ്റെ ഓർത്തോയിലോ പാരയിലോ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പോകും. ഇത് NO2 ഗ്രൂപ്പാണ്. NO2 ഗ്രൂപ്പ് എന്തുണ്ട്, വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്. അത് പാരയിലാണ്. അപ്പോൾ പാര ഇതിൻ്റെ മെറ്റയിലാണ് ഈ സംഭവം നിൽക്കുന്നത്. മെറ്റയിൽ നിന്നൊരു കാര്യമില്ല, ഓർത്തോയിലോ പാരയിലോ ആയിരിക്കണം. അപ്പോൾ ഈ BR പോകും. ആരവിടുത്തെ വന്ന് അറ്റാക്ക് ചെയ്യുന്നവരായിരിക്കും C6H5O- എന്നുള്ള അല്ലേ വന്നിട്ടാണ് ന്യൂക്ലിയോഫിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുക. നമ്മളെ കോമ്പൗണ്ട് പ്രൊഡക്റ്റ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യും, ഇവിടുന്ന് പോയിട്ട് OC2H5 എന്നായിട്ട് മാറും. ഇവിടെ NO2 ഉണ്ടാവും. ഈ BRന് ഒരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആൻസർ 4 കൊടുത്തിരിക്കുന്നതാണ് ആൻസർ വരിക. ഓക്കെ, തൽക്കാലം നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഇയറോട് പറയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക. ഓക്കെ, നിങ്ങൾക്കിത് ഹാലോ ആൽക്കെയിൻ എന്നുള്ള സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ഓർഗാനിക് ചാപ്റ്ററിൽ ഇത് വ്യക്തമായും വിശദമായും നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, റൈറ്റ്. അല്ലാത്ത ആളുകൾക്ക് സെക്കൻഡ് ഇയർ പഠിച്ച ആളുകൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പറ്റാൻ പ്രയാസം ഉണ്ടാവില്ല. ആക്ടിവേറ്റഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ബെൻസീൻ റിംഗിലെ ആക്ടിവേറ്റ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ കേസാണ്, അരോമാറ്റിക് റിംഗിൻ്റെ കേസിൽ. ഓക്കെ, റൈറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റിന് ഇതേപോലെ റിയാക്ഷൻ നടക്കേണ്ടത് ജസ്റ്റ് ഞാൻ പറയാം. ഇതും ഹൈഡ്രോ കാർബണുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു സംഭവമല്ല. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ് വിൽ ഗീവ് ആൻ അസോഡൈ ആരാണ് നൽകുക എന്നുള്ളതാണ്. ഓക്കെ, തന്ന സ്ഥിതിക്ക് ഞാൻ പറയാം. ഈ റിയാക്ഷൻ അമീൻസിൽ ആണ് നമ്മൾ പറയാം. അമീൻസിൽ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ബെൻസീൻ ഡൈസോണിയം സോൾട്ട് പറയുന്ന ഭാഗത്ത് കപ്ലിംഗ് റിയാക്ഷൻ എന്നുള്ള ഭാഗത്താണ് വരിക. കപ്ലിംഗ് റിയാക്ഷൻ. ഓക്കെ, അസോഡൈ എന്ന് പറഞ്ഞാൽ പിന്നെ അസോബെൻസീൻ്റെ ഒരു പിഗ്മെന്റ് ഫോർമേഷൻ നടക്കുന്നതാണ്. സത്യത്തിൽ ഈ റിയാക്ഷന് ഇവിടെ SN⁻HCl ഇതിനെ NH2 ആക്കി മാറ്റുന്നു. അപ്പോൾ ഞാൻ റിയാക്ഷൻ വേണ്ടി എഴുതാം. ആദ്യം ഫസ്റ്റ് ഇവിടെ NH2 ഉണ്ട്. അതിനെന്ത് ചെയ്യുന്നു, SN⁻HCl ഇത് NO2 ആണ് അല്ലേ, NO2 ഉണ്ട്. അതിനെന്ത് ചെയ്യുന്നു, SN⁻HCl റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് NH2 അനിലിനായിട്ട് ഇത് മാറുന്നു. ഓക്കെ, ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യത കുറവാണ്. അവർ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതിൽ തൽക്കാലം നിങ്ങളിപ്പോൾ എഴുതണമെന്നില്ല, പിന്നീട് നോക്കാം. പിന്നുള്ളത് Na2HCl ആണ്. NaNO2HCl ഡൈസോട്ടൈസേഷൻ റിയാക്ഷൻ അല്ലേ, ഡൈസോട്ടൈസേഷൻ റിയാക്ഷൻ ഞാൻ ബാക്കിയുള്ള ആളോട് പറഞ്ഞിട്ടോ. അപ്പോൾ എന്താവുന്നോ, ഈ NH2 എന്നുള്ളത് N2Cl ആയിട്ട് മാറും. ഓക്കെ, അതിലേക്ക് നമ്മൾ ബീറ്റാ നാഫ്തോൾ NaOH കൊടുക്കുക. ഓക്കെ, ബീറ്റാ നാഫ്തോൾ എന്ന് പറഞ്ഞ സംഭവം എന്താ അറിയോ, ബീറ്റാ നാഫ്തോൾ എന്ന് പറഞ്ഞാൽ നാഫ്തലീൻ്റെ ഭാഗത്ത് ഇവിടെ ഇത് OH വരുന്ന കേസാണ് ബീറ്റാ നാഫ്തോൾ. അവിടെ OH ഇവിടെയാണ് OH വന്നിരുന്നെങ്കിൽ, ഇവിടെ ഈ പൊസിഷനിലാണ് വന്നിരുന്നെങ്കിൽ അതിന് പറയുന്ന പേര് നമ്മൾ ആൽഫ നാഫ്തോൾ എന്നാണ് പറയാം. നമുക്ക് വേണ്ട ബീറ്റാ നാഫ്തോൾ തന്നിട്ട് അപ്പോൾ എന്ത് റിയാക്ഷൻ നടക്കുന്നതാണ്. ഓക്കെ, NaOH ഒരു മൈൽഡ് ബേസിക് pHലാണ് വേണ്ടത്. അപ്പോഴേ റിയാക്ഷൻ നടക്കുക. എന്തുണ്ടാവും അറിയോ, ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ഒരു അസോഡൈ ഉണ്ടാവുക. ഞാനിങ്ങനെ എഴുതാം. ഓക്കെ, ഇവിടെ എന്തുണ്ടാവുന്നോ, ഇവിടെ പിന്നെ OH ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഈ നാഫ്തലീൻ എന്ന കേസ് നാഫ്തലീൻ എപ്പോഴും നാഫ്തലീൻ 2 പൊസിഷൻ ഉണ്ട്. നാഫ്തലീനിൽ ഈ പൊസിഷൻ ഉണ്ട്, ഈ പൊസിഷൻ 2 പൊസിഷനാണുള്ളത്. ഇതാണ് ആൽഫ പൊസിഷൻ ആൻഡ് ദിസ് ഈസ് ബീറ്റ പൊസിഷൻ. ആൽഫയിലായിരിക്കും എന്ത് ചെയ്യുക, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതാണ് നോർമലി. ആൽഫ പൊസിഷനാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗം. അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുക, റിയാക്ഷൻ വരിക. ഇവിടെ നടക്കുക, ഇതിനേക്കാളും കൂടുതൽ നടക്കുക. ഇവിടെ നടക്കാൻ കഴിയില്ല, ഒരു ഭാഗം അതാണ്. മാത്രമല്ല ഇത് എന്തായിരിക്കും, ഈ OHൻ്റെ ഓർത്തോയിലോ പാരയിലോ നടക്കണം. അങ്ങനെ ആലോചിക്കാം. OHൻ്റെ പാരാ പൊസിഷൻ എന്താണ്, ഇവിടെ ഓൾറെഡി ലോക്ക്ഡ് ആണ്. അപ്പോൾ പിന്നെ ഈ 2 ഓർത്തോ പൊസിഷൻ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പൊതുവേ ഈ റിയാക്ഷനകത്ത്
എന്തായിരിക്കും ആൽഫ പൊസിഷനിലാണ് എന്ത് ചെയ്യുക നടക്കുക റിയാക്ഷൻ ഇലക്ട്രോഫിലിക് സബ്സ്ട്രേറ്റ് റിയാക്ഷൻ നടക്കുക ഇവിടെ ആയിരിക്കും ഇവിടെയല്ല ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഇവിടെ സ്റ്റെറിക് ഇൻട്രൻസ് ഇവിടെ ആയിരിക്കുമല്ലോ കുറവ് എന്നൊക്കെ വിചാരിക്കും ഇവിടെ വിചാരിക്കരുത് ഇവിടെയാണ് വരിക എനിവേ എന്തായാലും റിയാക്ഷൻ നടക്കും എൻ ഡബിൾ ബോൺ എൻ പിന്നെ ഈ ബെൻസീൻ റിങ്ങിന്റെ ഈ ഭാഗം ഉണ്ടാവും ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇതൊരു ഡൈ ഫോർമേഷൻ ആയിരിക്കും ഒരു ഡൈ ആയിരിക്കും ഉണ്ടാവും ഓക്കെ ഒരു ഓറഞ്ച് റെഡ് ഒക്കെ കളറിലേക്കാണ് ഇത് പോകാൻ സാധ്യത കൂടുതൽ ഓക്കെ കാരണം ഇവിടെ OH ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് അങ്ങനത്തെ ആ ഒരു കേസിലേക്കാണ് പോവുക റൈറ്റ് അപ്പോൾ ആൻസർ നമ്മളെ കേസിൽ ഇവിടെ ആൻസർ ഓപ്ഷൻ 1 ആണ് അത് കിട്ടും ബാക്കിയുള്ളൊന്നും കിട്ടൂല ഞാൻ ബാക്കിയിലേക്ക് പോകും ബാക്കിയുള്ള റിയാക്ഷൻസ് സെക്കൻഡറി റിയാക്ഷൻ ആണ് അതിലേക്ക് നമ്മൾ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല മൂവ് ചെയ്യുന്നില്ല സെക്കൻഡറിലെ ഇത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം സെക്കൻഡറി ചാപ്റ്റർ ഡിസ്കഷനിൽ വരുമ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാം സെക്കൻഡറിലും ഇതുപോലെ ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വീണ്ടും നിങ്ങൾക്ക് കാണാം ഓക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ 11 ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ് 1 പറയണത് എന്താ അറിയോ ഓൺ നൈട്രേഷൻ ഓഫ് മെറ്റാസൈലിൻ വിത്ത് HNO3 H2SO4 followed by oxidation 4-nitrobenzene 1,3-dicarboxylic acid is obtained as the major product ആണ് അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ആദ്യം നൈട്രേഷൻ ഓഫ് മെറ്റാസൈലിൻ സൈലിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും സൈലിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും 2 CH3 എന്ന കേസാണ് സൈലിൻ മെറ്റാസൈലിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ CH3 ഇവിടെയും CH3 എന്നാണ് മെറ്റാസൈലിൻ ദിസ് ഈസ് കോൾഡ് മെറ്റാസൈലിൻ ഓക്കെ അതിലേക്ക് എന്ത് ചെയ്യുന്നു അതിലേക്ക് കോൺസെൻട്രേറ്റഡ് H2SO4 അത് നോർമലി H2SO4 കോൺസെൻട്രേറ്റ് ആയിരിക്കും കോൺസെൻട്രേറ്റ് HNO3 തമ്മിൽ റിയാക്ട് ചെയ്യുന്നു അപ്പോൾ നമുക്കറിയാം ഇതിന് കിട്ടുന്ന ഇലക്ട്രോഫൈല് NO2 പ്ലസ് നൈട്രോണിയം അയോൺ ആണ് NO2 പ്ലസ് ആണ് നൈട്രോണിയം അത് എവിടെ വരും ഇതൊക്കെ ഈ ഗ്രൂപ്പും ഈ 2 ഗ്രൂപ്പ് എന്താണ് ഓർത്തോ പാരഡയറക്റ്റിംഗ് ആണ് 2 ഗ്രൂപ്പ് എന്താണ് ഓർത്തോ പാരഡയറക്റ്റിംഗ് ആണ് ഓക്കെ ഇതിന്റെ ഓർത്തോ പൊസിഷൻ എന്തായിരിക്കും ഇതും പാരാപൊസിഷൻ ഇതിന്റെ ഓർത്തോ പൊസിഷൻ പറഞ്ഞാൽ ഇതും പാരാപൊസിഷൻ അപ്പോൾ 2 സൈഡിലും ഈ 3 പൊസിഷനാണ് എന്ത് മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുണ്ടാവുക ഈ പൊസിഷനിൽ വരാനും സാധ്യതയില്ല NO2 ഇവിടെ വരില്ല കാരണം എന്താണ് ഇത് 2 വലിയ ബൾക്കി CH ഗ്രൂപ്പിന്റെ ഇടയിലായതുകൊണ്ട് ഇവിടെ വരില്ല പിന്നെ ചാൻസ് ഉള്ളതാണ് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെ വരാനാണ് ഇവിടെ വന്നാലും ഒരേ സൈറ്റാണ് ഒരേപോലെയാണ് ഉണ്ടാവുക ഇവിടെ NO2 വരുന്നാലും ഇവിടെ NO2 വന്നാലും കോമ്പൗണ്ട് സെയിം തന്നെ ആയിരിക്കും അപ്പോൾ എനിവേ ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നു ആ കോമ്പൗണ്ടിന്റെ ഒരു സൈഡിൽ ഞാൻ കൊടുക്കുകയാണ് NO2 ഗ്രൂപ്പ് ഇത് ഇലക്ട്രോഫിലിക് സബ്സ്ട്രേറ്റ് റിയാക്ഷൻ ആണ് കേട്ടോ ഓക്കെ റിയാക്ഷൻ നോക്കാം നമുക്ക് ദിസ് ഈസ് ദ പ്രോഡക്റ്റ് ഓക്കെ ഇവിടെ CH3 ഉണ്ട് ഓക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് CH3 ഉണ്ട് വന്നിട്ടുള്ള NO2 എന്ന് തൽക്കാലം ഇവിടെ കൊടുക്കാം NO2 ഓക്കെ അതിന്റെ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇവിടെയും കൊടുക്കാം കേട്ടോ അവിടെ കൊടുത്ത സമയം ഉണ്ടാവാം ഇവിടെ എന്തെങ്കിലും കൊടുക്കാൻ പോകുന്നില്ല അപ്പോൾ ഇതാണ് ഈ പറയുന്ന 4-nitrobenzene പിന്നെ എന്താണ് ഫോളോഡ് ബൈ ഓക്സിഡേഷൻ നടത്തണം എന്ന് പറഞ്ഞത് ഇതിന് ഓക്സിഡേഷൻ നടത്തുന്നു ഓക്കെ ഇതിനെ ഓക്സിഡേഷൻ നടത്തിയാൽ എന്ത് കിട്ടും ഓക്സിഡേഷൻ പറഞ്ഞാൽ KMNO4 മറ്റു ഉപയോഗിച്ച് ഓക്സിഡേഷൻ നടത്തിയാൽ മതി അപ്പോൾ അത് സംഭവിക്കുന്ന അറിയോ ഈ ബെൻസീൻ റിങ്ങിന്റെ തൊട്ടപ്പുറത്തുള്ള കാർബൺസിൽ H ഉണ്ടെങ്കിൽ ഇവിടെ 3 H ഉണ്ട് ഇവിടെ H ഉണ്ട് 3 H അങ്ങനെ അത് COOH ആയിട്ട് മാറും അപ്പോൾ പ്രൊഡക്റ്റ് ഇങ്ങനെ വരിക അതായത് ഇവിടെ COOH ഇത് NO2 മാറ്റില്ല ഇത് COOH കോമ്പൗണ്ട് ഇങ്ങനെ ആയിട്ട് മാറും ഓക്കെ ഇനി ഇതിനെന്താ പറഞ്ഞതോ ഇതിനെ പറഞ്ഞ പേര് 4-nitrobenzene 1,3-dicarboxylic acid എന്നാണ് ഓക്കെ ഇത് 1 ഇത് 2 ഇത് 3 ഇത് 4 ഓക്കെ അപ്പോൾ ഡൈകാർബോക്സിലിക് ആസിഡ് ആണ് ഇങ്ങനെ ഇത് NO2 ഗ്രൂപ്പ് എടുക്കുക ഓക്കെ അപ്പോൾ 1 2 3 4 അപ്പോൾ ഇത് കറക്റ്റ് അല്ലേ 4-nitro 1 2 3 കാരണം ഇതാണ് നോക്കണം കേട്ടോ ഈ ഭാഗമാണ് നമ്മൾ നോക്കേണ്ടത് കാരണം നമ്മൾ എഴുതാൻ പോകുന്നത് 1,3-dicarboxylic ആസിഡ് ആണ് ഓക്കെ ഇത് നൈട്രോ ഗ്രൂപ്പ് അപ്പോൾ 4 എന്താണ് 4-nitrobenzene ഓക്കെ ഡൈകാർബോക്സിലിക് ആസിഡ് അങ്ങനെ ചെയ്യാലോ 1,3-dicarboxylic ആസിഡ് കറക്റ്റ് ആണ് പറഞ്ഞത് അത് സ്റ്റേറ്റ്മെന്റ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ആസ് ദ മേജർ പ്രൊഡക്റ്റ് ഓക്കെ ഇതിനാണ് മേജർ വരിക ഇവിടെ വരുന്നത് മേജർ അല്ല ഓക്കെ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ്മെന്റ് 1 എന്താണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ അടുത്തത് CH3 ഗ്രൂപ്പ് ഈസ് ഓർത്തോ പാരഡയറക്റ്റിംഗ് വൈൽ NO2 ഗ്രൂപ്പ് ഈസ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ലേ CH3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ് പ്ലസ് ഐ എഫക്റ്റും അതുപോലെ പ്ലസ് ഹൈപ്പർ കോഞ്ചുഗേഷൻ ഒക്കെ ഉള്ളതെയും അതെന്തായിരിക്കും അത് ഓർത്തോ പാരഡയറക്റ്റിംഗ് ആയിരിക്കും ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് NO2 ഗ്രൂപ്പ് ആവട്ടെ NO2 ഗ്രൂപ്പ് എന്തായിരിക്കും അത് ഡിആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് അതെന്തായിരിക്കും അത്
എപ്പോഴും ഒരു മെറ്റ ഡയറക്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അത് കറക്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ എന്നാണ്. ഇവിടെ ഓപ്ഷൻ 4 ഉണ്ട്. ഓപ്ഷൻ 4 ഈസ് യുവർ ആൻസർ. ഓക്കെ, അത് ക്വസ്റ്റ്യൻ നമ്പർ 11ന്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following halide will generate the most stable carbocation in the nucleophilic substitution reaction? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, അതിൽ ഏറ്റവും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ സത്യത്തിൽ നമുക്ക് ശരിക്കും ഹാലോ ആൽക്കൈൻസിന്റെ ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റൈൻ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അവിടുന്ന് ഓരോ ഈ തന്നിരിക്കുന്ന ഹാലോജൻ പോയിട്ട് അല്ലെ, ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ബി ആർ പോയിട്ട് എന്ത് ഇവിടെ പ്ലസ് ആകുന്നു, ഇവിടെ ബി ആർ പോയിട്ട് എന്ത് ഇവിടെ പ്ലസ് ആകുന്നു, ഇവിടെ ബി ആർ എന്ത് ഇവിടെ പ്ലസ് ആകുന്നു, ഇവിടെ ബി ആർ പോയിട്ട് എന്ത് ഇവിടെ പ്ലസ് ആകുന്നു. അങ്ങനെ പോയിട്ട് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റൈൻ ആരായിരിക്കും എന്നാണ് നമുക്ക് സംശയമൊന്നുമില്ല. ഇതായിരിക്കും ഉണ്ടാവുക. സി, ഇവിടെ പി എച്ച് എന്നാൽ CCH5 ആണ്. ഇവിടെ പി എച്ച്. ഓക്കെ, ഇവിടെയും പി എച്ച്, ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ബി ആർ പോയിട്ട് ഇതുണ്ടാക്കുന്ന ഇതായിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റൈൻ. അത്രയും സ്റ്റെബിലിറ്റി ഇവിടെ ഒന്ന് മാത്രമല്ല, ഇവിടെ എന്തൊരു 3 പി എച്ച് ഉണ്ട് അല്ലേ? ഇവിടെ 1, 2, 3 ഉണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും സ്റ്റേബിൾ ആയിരിക്കും ഇയാളെനിക്ക് സ്റ്റേബിൾ. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ വരും. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 12ന്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുഴപ്പമില്ല. നമ്മളത് പറയുന്നത് ആ ബി ആർ പോയിട്ട് എന്ത് ചെയ്യുന്നു? കാർബോകാറ്റൈൻ ഉണ്ടായിരുന്ന റിയാക്ഷൻ നടക്കുക. അത് മാത്രം നിങ്ങൾ മനസ്സിലുണ്ടായാൽ മതി. വേറെ ക്വസ്റ്റ്യന് ഐസോമെറിക് ഹൈഡ്രോ കാർബണിനെ കുറിച്ചാണ്. അത് നെഗറ്റീവ് ബേസ് ടെസ്റ്റ് മോളിക്കുലർ ഫോർമുല C9H12 എന്നാണ്. ഓക്കെ, ദ ടോട്ടൽ നമ്പർ ഓഫ് ഐസോമേഴ്സ് ഫ്രം എബവ് വിത്ത് 4 ഡിഫറെന്റ് നോൺ ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈറ്റീസ് എന്നാണ്. ഒരല്പം വായിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നു. ഓക്കെ, ഇവിടെ ബേയസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് KMnO4 എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. ഡൈല്യൂട്ട് KMnO4 റിയാക്ട് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട്, ഇപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2ലേക്ക് നമ്മൾ KMnO4 കളർ നിങ്ങൾക്കറിയാം, പിങ്ക് കളറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്ത് കിട്ടും? CH2 ഇവിടെയും OH ഇവിടെയും OH വരുന്ന കേസ് ഡയോൾ ഉണ്ടാകും. ഡയോൾ KMnO4 പിങ്ക് കളർ എന്ത് ചെയ്യും? ഡീകളറൈസ് ചെയ്യും അല്ലേ? അതിനെ പറയുന്ന KMnO4 ഡൈല്യൂട്ട് KMnO4 പറയുന്ന പേരാണ് ആക്ച്വലി എന്ത്? ബേയസ് റിയേജന്റ്. ബേയസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഈ ഡീക്ലറേഷൻ നടക്കുക എന്നുള്ളതാണ്. അത് നടക്കുമ്പോൾ അതിന്റെ കണ്ടീഷൻ ഡബിൾ ബോണ്ട് ഉണ്ടാവാന്നാണ്. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ആ കോമ്പൗണ്ട് എന്ത് ചെയ്യും? ആ കോമ്പൗണ്ട് ബേസ് റിയേജന്റ് എന്ത് ചെയ്യും? നമുക്ക് ബേസ് റിയേജന്റ് റിയാക്ഷൻ നടക്കും. ബേസ് ടെസ്റ്റ് പോസിറ്റീവ് റിസൾട്ട് കാണിക്കുകയും ചെയ്യും. പക്ഷെ ബെൻസിൻ എന്ത് ചെയ്യില്ല? ബെൻസിൻ ഈ ടൈപ്പ് റിയാക്ഷൻ നടക്കൂല. ബെൻസിനിലേക്ക് ഇങ്ങനെ റിയാക്ഷൻ നടക്കൂല. കാരണം ബെൻസിന്റെ ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഡീലോക്കലൈസിങ് ഡബിൾ ബോണ്ടാണ്. അപ്പോൾ സാധാരണ നോർമൽ ഡബിൾ ബോണ്ട് കാണിക്കുന്ന ആൽക്കീൻ കാണിക്കുന്ന പല റിയാക്ഷൻ ബെൻസിൻ നൽകൂലല്ലോ. അഡീഷൻ റിയാക്ഷൻ പൊതുവെ നൽകാറില്ല, നോർമൽ കണ്ടീഷനിൽ നൽകൂല. ഓക്കെ, അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കണം. അപ്പോൾ ഡബിൾ ബോണ്ട് വരുന്നില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. ഡബിൾ ബോണ്ട് എന്ത് ചെയ്യുന്നില്ല? ബെൻസിൻ റിംഗിൽ വരാം, പക്ഷെ അല്ലാതെ വരില്ല എന്നാണ്. കോമ്പൗണ്ട് C9H2 അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ് C6H5 ആണ് ബെൻസിൻ റിംഗ്. ഈ റിംഗ് ആണ് CCH5. ബാക്കി എത്ര ഉണ്ട്? ബാക്കി 3 കാർബൺ ഉണ്ട്. പിന്നെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 കാർബണും, അതായത് ഇതിനകത്ത് പിന്നെ ബാക്കിയുള്ളത് ഇതിന്റെ കൂടെ ബാക്കിയുള്ളത് 3 കാർബൺ C3യും പിന്നെ H6 ആണ്. H6 അല്ലേ? അല്ല, C6H5 അല്ല, H7 സോറി, H7 C3 ഉണ്ട്, H7 ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു പിക്ചർ എന്താ വെച്ചാൽ, ഇതാണ് പിക്ചർ. ഈ കോമ്പൗണ്ടിനകത്ത് ഇങ്ങനെ വന്ന് ഇവിടെ CH2 CH3 പോലെയുള്ള ഒരു സംഭവമായിരിക്കും. നമുക്ക് ഇത് ഓക്കെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഈ സ്ട്രക്ചർ ഇത് ഓക്കെയാണ്. C9H12 എന്നുള്ള സംഭവം ഇത് ഓക്കെയാണ്. ഒരു N പ്രൊപ്പൈൽ ബെൻസീൻ. ഓക്കെ, പക്ഷെ ഒരു ക്വസ്റ്റ്യൻ എന്താ അറിയോ? the total number of isomers from the above with 4 different non-alphabetic substitution site. 4 different non-alphabetic substitution site എന്നാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നോൺ അലിഫാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നോൺ അലിഫാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈറ്റ് എന്ന് പറയുന്നത്. നോൺ അലിഫാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ, പിന്നെ ഒരിക്കലും എന്തല്ല സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് ഇവിടെയുള്ള EHലോ അല്ലെങ്കിൽ EHലോ ഒന്നും പോയിട്ടല്ല. പകരം എന്താണ്? ഇവിടുത്തെ Hകൾ പോയിട്ട് ആണെന്നാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോൺ അലിഫാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ റിയാക്ഷൻ അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്.
ഓക്കെ, അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പോയിന്റ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഏതാണ് റിയാക്ഷൻ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് എന്നത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്തുനിന്ന്. അത് നോൺ അലിഫാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. മനസ്സിലാണല്ലോ? ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എത്ര സൈറ്റ് വേണമെന്നാ പറഞ്ഞത്? നമുക്ക് 4 സൈറ്റ് വേണം. 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 സൈറ്റ് വേണം. അപ്പോൾ ഇത് പറ്റൂല, കാരണം ഇത് രണ്ടും ഒരേ സൈറ്റാണ്. സോറി, ഇത് രണ്ടും ഒരേ സൈറ്റാണ്. ഇവിടെ എത്ര സൈറ്റ് നോക്കുക, ഇതിന് എത്ര സൈറ്റ് ഉണ്ട്? 1. ഇത് രണ്ടും ഒരേപോലെ, ഇത് രണ്ടും ഒരേപോലെ, രണ്ടും വേറെ. അപ്പോൾ 3 സൈറ്റ് ഉണ്ട് ഇവിടെ. ഒരു ഓർത്തയും മെറ്റയും പാരയും 3 സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതല്ല ഉദ്ദേശിക്കുന്നത്, ഇതല്ല. നമുക്ക് ഇതിലേക്ക് പോയാലോ? അതായത് നമ്മൾ പിന്നെ 2 ആക്കി പറഞ്ഞല്ലോ. ഇവിടെ CH2 CH3, ഓക്കെ, ഇവിടെ CH3. ഈ കേസ് എടുത്ത് നോക്കാം. ഈ കേസിൽ സൈറ്റ് നോക്കാം. ഇവിടെ ഈ സൈറ്റ് 1, ഈ സൈറ്റും ഈ സൈറ്റും ഒരുപോലെ അല്ല. കാരണം എന്താ? ഈ സൈറ്റിൻ്റെ ഇപ്പുറത്ത് CH3 ആണ്, അപ്പുറത്ത് CH2. അപ്പോൾ ഇവിടെ 4 സൈറ്റ് ഉണ്ട്. ഇവിടെ ഏതൊക്കെ സൈറ്റ് ഉള്ളത്? ഒരു സൈറ്റ് ഇത്, ഒരു സൈറ്റ് ഇത്, ഒരു സൈറ്റ് ഇത്, ഒരു സൈറ്റ് ഇത്. ഇത് 4 തന്നെയാണ് ആക്ച്വലി. 4 നോൺ അലിഫാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈറ്റ് ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? 1 ആക്കിയിട്ട്, ഇതൊരു ഐസോമറാണ്, ഇതിൻ്റെ കുഴപ്പമില്ല, ഇതൊരു ഐസോമറാണ്. വേറൊരു സാധ്യത ഉള്ളത് ഇതാണ്. നമുക്ക് കോമ്പൗണ്ട് എടുത്ത് നോക്കാം. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു CH2 CH3, നമുക്ക് ഇതിനൊന്ന് മാറ്റി കൊടുക്കാം. ഇവിടെ കൊടുത്താലോ CH3. ഓക്കെ, അപ്പോൾ എത്ര സൈറ്റ് നോക്കാം. ഇതൊരു സൈറ്റാണ്. ഓക്കെ, അവിടെ റിയാക്ഷൻ നടക്കില്ല എന്നുള്ള, നടക്കാൻ ചാൻസ് വളരെ കുറവാണ്, പക്ഷെ നമുക്ക് പോസിബിലിറ്റി പറയാലോ. ഓക്കെ, അവിടെ ഒരു മാച്ച് പോയിട്ട് ഉണ്ടാവില്ല ഒരിക്കലും. ഇത് വേറൊരു ഇതാണ്, ഇത് വേറൊന്നാണ്, അതുപോലെ ഇത് വേറൊന്നാണ്. ഇവിടെ 4 ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇതും വേറൊരു, ഇതും നമുക്ക് ആൻസറിൽ കൊടുക്കാവുന്ന 2 എണ്ണമായി. പിന്നെ നമുക്ക് ചാൻസ് ഉള്ളത്, നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ കോമ്പൗണ്ടാണ്. അതായത് ഇങ്ങനെ, ഇവിടെ CH2 CH3, ഇവിടെ CH3. അങ്ങനെ ആകുമ്പോൾ ഇത് രണ്ടും ഒരേപോലെയാണ് വരിക. അതായത് ഇത് രണ്ടും ഒരേ സൈറ്റാണ് വരിക, ഇത് രണ്ടും വേറെ. അപ്പോൾ ഇവിടെ 2 സൈറ്റേ ഉള്ളൂ. ഇവിടെയൊക്കെ എന്തുണ്ട്? ഇതിൽ 4 സൈറ്റ് ഉണ്ട്, ഇതിൽ 4 സൈറ്റ് ഉണ്ട്, പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ 2 സൈറ്റ് ഉള്ളത്. നമുക്ക് വേണ്ടത് 4 സൈറ്റാണ്. പിന്നെ വേറെ ചാൻസ് നമുക്ക് നോക്കാവുന്ന ഒരു കേസ്, ഇതിലിപ്പോൾ എത്ര സൈറ്റ് ഉണ്ട്? ഇതിൽ 3 സൈറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ എഴുതിയില്ല നമ്മൾ. ഇതിൽ 3 സൈറ്റ് ഉള്ളത്, 3 സൈറ്റ്. ഇവിടെ ഇനി സൈറ്റ് നോക്കുകയാണെങ്കിൽ CH3 CH3 ഐസോപ്രൊപ്പൈൽ ടൈപ്പിൽ നോക്കുകയാണ്. അപ്പോൾ അവിടെയും ഇതുപോലത്തെ എന്തായിരിക്കും ഉണ്ടാവാം? 1, ഇത് രണ്ടും ഒരേപോലെ, ഇത് രണ്ടും ഒരേപോലെ, ഇത് വേറെ. ഓക്കെ, ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇത് രണ്ടും ഒരേപോലെ, ഇത് രണ്ടും ഒരേപോലെ, ഇത് വേറെ. ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണ്. അപ്പോൾ ഇതൊന്നും പറ്റൂല. ഇത് പറ്റൂല, ഇത് പറ്റൂല, ഇത് പറ്റും, ഇത് പറ്റും, ഇത് പറ്റൂല. അപ്പോൾ നമുക്ക് 2 എണ്ണേ കിട്ടുള്ളൂ പരമാവധി. അപ്പോൾ ആൻസർ എന്തായിരിക്കും എന്ന് വെച്ചാൽ ആൻസർ 2 എന്നാണ് നമ്മൾ ആൻസർ വരിക. 2. ഇവിടെ ഇത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. 4 ഡിഫറെൻറ്റ് നോൺ അലിഫാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് എന്ത് ചെയ്യണം? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ബെൻസിറിംഗ്. ബെൻസിറിംഗ് ആണെന്ന് ഉറപ്പാണല്ലോ. ബെൻസിറിംഗ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും ഈ ഒരു ഫോമുല നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ, 14ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ സെക്കൻഡറി ബ്യൂട്ടൈൽ സൈക്ലോഹെക്സേൻ റിയാക്ട്സ് വിത്ത് ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, ദ മേജർ പ്രൊഡക്റ്റ്. സെക്കൻഡറി ബ്യൂട്ടൈൽ ഹെക്സൈൻ അല്ലേ? അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ബ്യൂട്ടൈൽ സൈക്ലോഹെക്സൈൻ്റെ കേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്കൻഡറി ബ്യൂട്ടൈൽ എന്ന് പറയുന്ന സംഭവം ഇതായിരുന്നു. അതാണ് സെക്കൻഡറി ബ്യൂട്ടൈൽ സൈക്ലോഹെക്സൈൻ. ഓക്കെ, അതിന് ബ്രോമിനേഷൻ നടക്കുകയാണ്. ബ്രോമിനേഷൻ നടക്കുന്നതായിരിക്കും നമുക്കറിയാം ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലേ? ബ്രോമിനേഷനിൽ ശരിക്കും നടക്കുമ്പോൾ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഫ്രീ റാഡിക്കൽ ഉണ്ടാവും, ഇവിടെ ഫ്രീ റാഡിക്കലാവും, ഏതും ഫ്രീ റാഡിക്കലാവും, ഇവിടെയൊക്കെ ഫ്രീ റാഡിക്കലാവും. ഏറ്റവും സ്റ്റേബിൾ ഫ്രീ റാഡിക്കലായിരുന്നു നോക്കുക. ഏറ്റവും സ്റ്റേബിൾ ഫ്രീ റാഡിക്കൽ 2 ചാൻസ് ഉണ്ട്. ഇവിടെ ആയാലും ഇവിടെ ആയാലും, രണ്ടായാലും എന്തായിരിക്കും? ടെർഷ്യറി ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ കേസ് എടുക്കാം ആദ്യം. ഈ കേസ് ഇവിടുത്തെ ഫ്രീ റാഡിക്കൽ എടുക്കാം. ഇവിടെ H പോകുന്നു, ഇവിടുത്തെ H പോയിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ഫ്രീ റാഡിക്കൽ ആകുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ചാൻസ്. അപ്പോൾ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? തൊട്ടപ്പുറത്തുള്ള ഹൈഡ്രജൻസ്
ആൽഫ ഹൈഡ്രജൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ കൂടുമ്പോൾ എന്തെയും ഹൈപ്പർ കോഞ്ചുഗേഷൻ കൂടും, സ്റ്റെബിലിറ്റി കൂടും. ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 1 ഹൈഡ്രജൻ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ഓഫ് ദിസ് ഫ്രീ റാഡിക്കൽ 3 + 2 + 1 = 6. ഓക്കെ, ഞാൻ വേറൊരു ചാൻസ് കാണുന്നത് ഇവിടെ ഡബിൾ വരുന്ന കേസാണ്. അത് ഇപ്പുറത്ത് എന്ത് ചെയ്യുന്നു, ഫ്രീ റാഡിക്കൽ എന്ത് ചെയ്യുന്നു, ഇവിടെ വരുന്നു. അപ്പോൾ ആ കേസും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇങ്ങനെ, ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു, ഫ്രീ റാഡിക്കലായി മാറും. ആ കേസിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? ഇത് ആൽഫ ഹൈഡ്രജൻ, ഇത് ആൽഫ ഹൈഡ്രജൻ, ഇവിടെ ആൽഫ ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാവുന്നത് ഇവിടെ 2 + 1 5 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ഫ്രീ റാഡിക്കൽ ഇയാൾ തന്നെയാണ്. കാരണം 6 ആൽഫ ഹൈഡ്രജൻ, മറ്റേത് 5 ഉള്ളൂ. അപ്പോൾ ഇതാണ് ഏറ്റവും സ്റ്റേബിൾ ഫ്രീ റാഡിക്കൽ. അങ്ങനെ അപ്പോൾ ഇവിടെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇതിലേക്കായിരിക്കും എന്ത് ചെയ്യുക, BR വരിക. അപ്പോൾ ആൻസർ ഇങ്ങനെ ഉണ്ടാവും, അതാണ് BR വരിക. ആ കേസ് ഓപ്ഷൻ 4 അത് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആൻസർ വരിക, ഓപ്ഷൻ 4. ഓക്കെ, ഇനിയും സത്യത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. പക്ഷെ പല ക്വസ്റ്റ്യൻസ് എന്താണ് കണക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ സെക്കൻഡിൽ പഠിക്കുന്ന ആൽക്കോൾസുമായിട്ടോ അല്ലെങ്കിൽ ആൽഡിഹൈഡ്സുമായിട്ടോ അമൈൻസുമായിട്ടോ ഒക്കെ കണക്ഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ലിമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലാത്തതോ അല്ലെങ്കിൽ മനസ്സിലാവാത്തതോ ഇനി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഞങ്ങൾക്ക് സെൻഡ് ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.